ആമേൻ സ്തോത്രം. ആരും ഇന്ന് രാത്രിയിൽ ദൈവസന്നിധിയിൽ മൗനമായിരിക്കരുത്. അധരങ്ങളെ തുറന്ന് യേശുവിന്റെ നാമത്തെ നമുക്ക് ഉയർത്താം. ആമേൻ. സകല നാമത്തെക്കാളും മേലായ നാമത്തെയാണ് നമ്മൾ ഉയർത്തുന്നത്. സകല മുഴങ്കാലുകളും ആ നാമത്തിന്റെ മുൻപിൽ മടങ്ങും. ആമേൻ. ഏതൊക്കെ പ്രശ്നങ്ങളാണോ പ്രതികൂലങ്ങളാണ് നമ്മുടെ മുൻപിൽ നിൽക്കുന്നത്, ഇന്ന് രാത്രി നമ്മൾ യേശുവിന്റെ നാമം ഉയർത്തുമ്പോൾ ആ പ്രശ്നങ്ങളും പ്രതികൂലങ്ങളും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറിപ്പോകുവാൻ ഇടയായിത്തീരും. അങ്ങനെയെങ്കിൽ സമർപ്പണത്തോടെ ഇന്ന് രാത്രി ദൈവസന്നിധിയിലേക്ക് നമുക്ക് അടുത്ത് ചെല്ലാം. ഹല്ലേലൂയ. ഇന്ന് രാത്രി കർത്താവ് നമുക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്യും. ഹല്ലേലൂയ. ആമേൻ സ്തോത്രം. ഇന്ന് രാത്രി ഒരുമിച്ച് നമുക്ക് പാടി നമ്മുടെ കർത്താവിനെ നമുക്ക് ആരാധിക്കാം. ഹർബൽ ഈശു കെ സംഗ് മേ ഹർ റോസ് ഉസ്കി സഹാരി. ഹല്ലേലൂയ. എത്ര പേർക്ക് പറയാൻ കഴിയും, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. ഹല്ലേലൂയ. ഞാൻ അങ്ങയെ സ്നേഹിക്കുകയാണ് അപ്പാ. ഹല്ലേലൂയ. എനിക്ക് വേണ്ടി ജീവനെ തന്ന്, എനിക്ക് വേണ്ടി മരിച്ച്, എനിക്ക് വേണ്ടി അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് ഇന്നും എനിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ആ നല്ല കർത്താവിനെ ഇന്ന് രാത്രി കാലം എത്ര പേർക്ക് സ്തുതിക്കാൻ കഴിയും? ഇന്ന് രാത്രി അധരങ്ങളെ തുറന്നൊന്ന് പറയാമോ? സ്നേഹിക്കുന്നേ. ഹല്ലേലൂയ. അപ്പാ, ഞങ്ങൾ അങ്ങയെ സ്നേഹിക്കുന്ന കർത്താവ്. എല്ലാ കണ്ണുകളും അടച്ചാട്ടെ. സമർപ്പണത്തോടെ ഇന്ന് രാത്രി ദൈവസന്നിധിയിലേക്ക് നമുക്ക് അടുത്ത് ചെല്ലാം. നമുക്ക് ഒരുമിച്ച് പാടി കർത്താവിനെ ആരാധിക്കാം.
ആമേൻ. കരങ്ങളെ ഉയർത്തി ഒന്ന് കർത്താവിനെ സ്തുതിച്ചാട്ടെ. ആമേൻ. സ്തോത്രം. കർത്താവിൻ്റെ സാന്നിധ്യം നമ്മുടെ മധ്യത്തിലുണ്ട്. ഇന്ന് രാത്രി എത്ര പേർക്ക് പറയാൻ കഴിയും, അപ്പാ ഞാൻ അങ്ങ് സ്നേഹിക്കുന്നു. ഹല്ലേലൂയ. അവൻ എൻ്റെ ജീവനേക്കാളും ഞാൻ അങ്ങ് സ്നേഹിക്കുന്നു. കർത്താവ് എനിക്ക് തന്നിരിക്കുന്ന ആയുസ് വരെ ദൈവത്തെ സ്നേഹിപ്പാനും അങ്ങയെ സേവിപ്പാനും ഞാൻ ആഗ്രഹിക്കുന്നു. എത്ര പേർക്ക് ഇന്ന് രാത്രി ഹൃദയം തുറന്ന് പറയാൻ കഴിയും, നമ്മളെ നടത്തിയ ദൈവത്തെ, നമ്മളെ കരുതിയ ദൈവത്തെ, എത്രയോ നന്മകൾ നമ്മുടെ ജീവിതത്തിൽ ചെയ്തു തന്നു. എങ്ങനെ ദൈവസാന്നിധ്യത്തിൽ നമുക്ക് മൗനമായിരിക്കാൻ കഴിയും? ഇന്ന് രാത്രി ആ ദൈവ സാന്നിധ്യം നമ്മുടെ മധ്യത്തിലുണ്ട്. ഹല്ലേലൂയ. തുടർന്ന് നന്ദിയോടെ നമുക്ക് ഒരുമിച്ച് പാടി നമ്മുടെ കർത്താവിനെ നമുക്ക് ആരാധിക്കാം. 7 നക്ഷത്രം വലം കയ്യിൽ പിടിച്ച്, ഏറെ രാജാമുടി ശിരസതിൽ ധരിച്ച്, 7 പൊൻനിലവിളക്കുകളുടെ നടുവിൽ എഴുന്നള്ളി വന്നോനെ. ഇന്ന് രാത്രി കാലം കർത്താവ് നമ്മുടെ മധ്യത്തിൽ എഴുന്നള്ളി വന്നിട്ടുണ്ട്. നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റുവാൻ, നമ്മളോട് ഇന്ന് രാത്രി വ്യക്തിപരമായിട്ട് സംസാരിക്കുവാൻ, നമ്മൾ ഭാരപ്പെട്ടിരിക്കുന്ന ചില വിഷയത്തിൻ്റെ അകത്ത് നമ്മളെ ബലപ്പെടുത്തുവാൻ, നമ്മളെ ആശ്വസിപ്പിക്കുവാൻ ആമേൻ കർത്താവ് നമ്മുടെ മധ്യത്തിലുണ്ട്. ഹല്ലേലൂയ. ഇന്ന് രാത്രി നമുക്ക് ഒരുമിച്ച് പാടി ഹൃദയം തുറന്ന് ആത്മനിറവോടെ നമ്മുടെ കർത്താവിനെ നമുക്ക് ആരാധിക്കാം. എല്ലാ കരങ്ങളും ചേർത്തടിച്ച് ഒരുമിച്ച് കർത്താവിനെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ.
സകല മഹത്വവും സകല പുകഴ്ചയുമൊക്കെ. Hallelujah. Thank you, Jesus. Hallelujah. ആമേൻ. ഹല്ലേലൂയ. കരങ്ങളെ ഉയർത്തി ഒന്ന് കർത്താവിനെ സ്തുതിച്ചാട്ടെ. എത്ര പേർക്ക് ഇന്ന് രാത്രി കാലം പറയാൻ കഴിയും, എന്നെ തകർക്കുവാനല്ല, എന്നെ മുടിക്കുവാനല്ല ഈ ശോധന, എന്നെ പണിതെടുത്ത് നല്ല പൊന്നാക്കി തീർക്കുവാനാണ്. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. ഇന്ന് വന്ന ഈ ഭാരം, ഇന്ന് വന്ന ഈ പ്രതിസന്ധി എന്നെ തകർത്ത് കളയത്തില്ല. ഹല്ലേലൂയ. എൻ്റെ വാഗ്ദത്തത്തിലേക്ക് എന്നെ എത്തിക്കും. ഹല്ലേലൂയ. ഇന്ന് രാത്രി ഒന്ന് ഉറപ്പോടെ ഒന്ന് പാടാമോ? ഹല്ലേലൂയ. എന്നെ തകർക്കുവാനല്ല ഈ ശോധന. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. എന്നെ തകർക്കുവാനോ എന്നെ മൂടിക്കുവാനോ അല്ലല്ല ഈ വേദന, എന്നെ പണിതെടുത്ത് നല്ല പൊന്നാക്കുവാൻ അല്ലയോ ഈ ശോധന. എന്നെ തകർക്കുവാനോ എന്നെ മൂടിക്കുവാനോ അല്ലല്ല ഈ വേദന, എന്നെ പണിതെടുത്ത് നല്ല പൊന്നാക്കുവാൻ അല്ലയോ ഈ ശോധന. ഹല്ലേലൂയ. എല്ലാ കണ്ണുകളും ദൈവസന്നിധിയിലേക്ക് അടച്ചാട്ടെ. കരുണയുള്ള ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, ഈ സന്ധ്യാസമയം ഞങ്ങൾക്ക് ഒരുമിച്ച് കർത്താവിൻ്റെ സന്നിധിയിൽ കടന്നു വരുവാൻ, ഒരുമിച്ച് ആത്മനിറവിൽ കർത്താവിനെ പാടി സ്തുതിപ്പാൻ ഹല്ലേലൂയ ഒരവസരവും ഞങ്ങൾക്ക് ഇന്ന് രാത്രി നൽകിയല്ലോപ്പാ. അങ്ങ് ഞങ്ങൾക്ക് നൽകിയ ഭാഗ്യത്തിനായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. ഇന്ന് രാത്രിയിലെ ആമേൻ ശുശ്രൂഷകൾ അനുഗ്രഹമായി തീരട്ടെ. ആമേൻ. ദൈവ സാന്നിധ്യം ചലിക്കട്ടെ. ആമേൻ. വെള്ളത്തിൻ്റെ മീതെ ആത്മാവ് പരിവർത്തിച്ചതുപോലെ ആത്മാവിൻ്റെ വലിയ പരിവർത്തനം ആമേൻ ഈ മീറ്റിങ്ങിൻ്റെ അകത്തുണ്ടാകട്ടെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ മീറ്റിങ്ങിൻ്റെ മുഴുവൻ കൺട്രോളും പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രികാലം ഏറ്റെടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ മുഴുവനായ ദൈവസന്നിധിയിലേക്ക് ഏൽപ്പിക്കുന്നു. ഇന്ന് രാത്രി ഞങ്ങളോട് വ്യക്തിപരമായിട്ട് സംസാരിക്കണപ്പാ. വചനത്തിലൂടെ ആമേൻ അഭിഷിക്തദാസരിലൂടെ ഇന്ന് രാത്രി ഞങ്ങളോട് വ്യക്തിപരമായിട്ട് സംസാരിക്കണം. ഞങ്ങൾ വന്നതുപോലെയല്ല, മീറ്റിംഗ് കഴിഞ്ഞ് എഴുന്നേൽക്കും ഇരട്ടി ബലത്തോടെ ആമേൻ ധൈര്യത്തോടെ എഴുന്നേൽപ്പാൻ സ്വർഗത്തിലെ ദൈവം ഞങ്ങളെ സഹായിക്കണം. ഇന്ന് രാത്രി ഞങ്ങൾ സമർപ്പിക്കുന്നു. പ്രത്യേകം ലീഡ് ചെയ്യുന്ന അഭിഷിക്തദാസിയെ ഏൽപ്പിക്കുന്നു. ആത്മനിറവിൽ ലീഡ് ചെയ്യുവാൻ സ്വർഗത്തിലെ ദൈവം സഹായിക്കണം. ഞങ്ങൾ എല്ലാവരും സമർപ്പിക്കുന്നു. പ്രാർത്ഥിച്ച എല്ലാ വിഷയത്തിൻ്റെ മധ്യത്തിലും വലിയ വിടുതൽ കഥ വായിച്ചിരിക്കാൻ നന്ദി പറയുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ. Amen. Hallelujah.
താങ്ക് യു ജിറ്റി സിസ്റ്ററെ. ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. വളരെ അനുഗ്രഹത്തോടെ ഹാലില വർഷിപ്പ് ലീഡ് ചെയ്യുവാൻ ഹാലില സിസ്റ്ററിനെ ദൈവം അവിടുന്ന് സഹായിച്ച കൃപയ്ക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഹാലില നമുക്ക് എല്ലാവർക്കും ഹാലില കരങ്ങളെ ഉയർത്തി ദൈവത്തെ സ്തുതിക്കാം. ഹാലലുയ സ്തോത്രം. നമ്മുടെ പ്ലാനിൽ ഇച്ചിരി ചേഞ്ചസ് വന്ന കാരണം ഞാൻ സിസ്റ്ററിനെ എൻഡ് മൊമെന്റിലാണ് വിളിച്ച് പറഞ്ഞ സിസ്റ്ററെ 7:30 അല്ല 7 o'clock ഹാലില വർഷിപ്പ് ലീഡ് ചെയ്യണമേ. ഹാലലുയ പുള്ളിക്കാരി തിരക്കിലായിരുന്നു. എന്നിട്ടും ഹാലില അക്കോമഡേറ്റ് ചെയ്ത് ഹാലിലുയ അത് അക്സെപ്റ്റ് ചെയ്ത് 7 o'clock തന്നെ ജോയിൻ ചെയ്ത് ഹാലില. അതുകൊണ്ട് ഹാലില വ്യക്തിപരമായി ഞങ്ങളുടെ സഭയുടെ ഹാലിലുയ നന്ദിയെ അറിയിക്കുകയാണ്. ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ, കുടുംബമായി സഹായിക്കട്ടെ, ശുശ്രൂഷകളെ ഒക്കെയും ബലപ്പെടുത്തട്ടെ. അനേക വേദികൾ പിന്നെയും ദൈവനാമത്തെ ഉയർത്തുവാൻ ദൈവം ഒരുക്കട്ടെ എന്ന് ഞങ്ങൾ ആത്മാർത്ഥതയോടെ പ്രാർത്ഥിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുന്നു. ഞങ്ങൾ പിന്നെയും ഓർത്ത് പ്രാർത്ഥനയിൽ ഓർക്കാം. ഹാലലുയ. താങ്ക് യു സോ മച്ച് സിസ്റ്റർ. हालेलुया। आए हुए सभी परमेश्वर के अभिषिक्त दासों को, दासियों को हालेलुया, और विश्वासी भाई बहनों को मेरा मसीह वंदन देती हूँ। हालेलुया। आज हमारे प्लान में थोड़ा सा चेंजेस हो गया। हालेलुया। परमेश्वर के अभिषिक्त दास को हालेलुया ट्रैवल करना है, इसलिए हालेलुया हमने हालेलुया वर्शिप पहले रखा। पास्टर साहब थोड़ी देर में जुड़ेंगे। हालेलुया। वो जुड़ने तब तक हालेलुया हम जो है विषयों के लिए प्रार्थना करेंगे। आज 7:30 से कुछ 7:45 पास्टर साहब ने बोला 7:45 से 8:45 तक जो है वचन की सेवकाई होगा। हालेलुया। और 9 बजे तक हम सब कुछ समाप्त कर देंगे, क्योंकि पासवान अभी हालेलुया बिहार में और उन्हें सफर करना है। हालेलुया। हम प्रार्थना करेंगे परमेश्वर हालेलुया आज की मीटिंग को बहुत आशीष करने के लिए। हालेलुया। क्योंकि वो ऑन द वे जो है हालेलुया हम ये मीटिंग में जुड़ेंगे, इसके लिए नेटवर्क का कोई भी तकलीफ नहीं होने के लिए, कोई भी चुनौती नहीं होने के लिए, हर रुकावटों को परमेश्वर दूर करने के लिए हालेलुया बड़े सामर्थ्य के साथ हम प्रार्थना करेंगे। हालेलुया। पासवान रहते वेस्ट बंगाल में है, लेकिन कुछ सेवकाई के लिए बिहार में आए हैं और उनका टिकट 9 बजे का है। हालेलुया। सो वो ऑन द वे जो है वचन की सेवकाई करेंगे। तो हम प्रार्थना करें हालेलुया कोई भी चुनौती हालेलुया इस मीटिंग के आशीष का रुकावट नहीं बने, और परमेश्वर के दास को बड़े सामर्थ्य के साथ इस्तेमाल करने के लिए हम दुआ करेंगे। और साथ में हम प्रार्थना करेंगे आज रात को बंधने खुलने के लिए, रोगी चंगा होने के लिए, जितने जुड़ना चाहते सबों को परमेश्वर जल्द से जल्द लेके आने के लिए, अनुवाद करने के लिए प्रभु मुझे भी सामर्थ्य देने के लिए हम प्रार्थना करेंगे। साथ में आज वर्शिप लीड किया हुआ परमेश्वर के दासी जिटी सिस्टर के लिए भी हम प्रार्थना करेंगे, उनके फैमिली, उनके मिनिस्ट्री के लिए भी हम प्रार्थना करेंगे परमेश्वर आशीष करने के लिए। हालेलुया। जितने सेवक लोग ये दिनों में हमारे बीच में सेवकाई किया, वर्शिप लीडर हो, परमेश्वर के अभिषिक्त दास हो, उन सबों को परमेश्वर आशीष करने के लिए कोई भी एक व्यक्ति, आत्मा प्रेरणा देने वाला एक व्यक्ति इस विषय के लिए प्रार्थना करना। हालेलुया। ഇന്ന് പകൽക്കാലം ഇന്ന് രാത്രികാലം ഹാലില നമ്മുടെ ഇടയിൽ ഹാലില വർഷിപ്പ് എടുത്ത ദൈവദാസിയെ ഓർത്ത്, കുടുംബത്തെ ഓർത്ത്, തന്റെ മിനിസ്ട്രിയെ ഓർത്ത് പ്രാർത്ഥിക്കുക. അതുപോലെ ഇന്ന് രാത്രി വചനം ശുശ്രൂഷിക്കുന്ന ദൈവത്തിന്റെ അഭിഷിക്ത ദാസൻ ഹാലലുയ 9 മണിക്ക് ഹാലലുയ തനിക്ക് ഫ്ലൈറ്റ് ഉണ്ട് ബീഹാറിൽ നിന്ന് വെസ്റ്റ് ബംഗാൾ വരെ പോവാൻ. അതുകൊണ്ട് മെസ്സേജ് 7:45 തൊട്ട് 8:45 വരെ ആയിരിക്കും. ഹാലിൽ 9 മണി വരെ നമ്മുടെ മീറ്റിംഗ് റാപ്പ് അപ്പ് ചെയ്യുന്നതായിരിക്കും. അതുകൊണ്ട് ഹാലില ട്രാവലിംഗ് ചെയ്തുകൊണ്ടായിരിക്കും ദേവദാസൻ ഹാലില വചനം ശുശ്രൂഷിക്കുന്നത്. അതുകൊണ്ട് ഒരു തടസ്സം, നെറ്റ്വർക്കിന്റെ ഒരു തടസ്സം ഉണ്ടാകാതിരിക്കേണ്ടതിന് വളരെ ശക്തിയോട് ഹാലില പരിശുദ്ധാത്മ കഴിഞ്ഞ 2 ദിവസം പകലും രാത്രി നമ്മളോട് സംസാരിച്ച അതേ ഹാലില ദൈവശബ്ദം ഇന്ന് രാത്രികാലം കേൾക്കേണ്ടതിന് നമ്മൾ ബലപ്പെടേണ്ട ബന്ധനങ്ങൾ, കെട്ടുകൾ, രോഗങ്ങൾ എല്ലാത്തിന്മേൽ ഒരു വിടുതൽ വ്യാപരിക്കേണ്ടതിന് ഹാലലുയ ദേവദാസനെ ഓർത്ത്, വർഷിപ്പ് ലീഡ് ചെയ്ത ജിറ്റി സിസ്റ്ററെ ഓർത്ത്, കഴിഞ്ഞ 2 ദിവസവും പകലും രാത്രി നമ്മുടെ ഇടയിൽ ശുശ്രൂഷിച്ച ദൈവദാസന്മാരെ, വർഷിപ്പ് ലീഡർ എല്ലാരെയും ഓർത്ത് ഹാലലുയ കടന്നു വരാൻ ആഗ്രഹിക്കുന്നവരെ ഹാലലുയ പെട്ടെന്ന് ജോയിൻ ചെയ്യേണ്ടതിന് ഈ വിഷയത്തെ ഓർത്ത് ആത്മാവ് പ്രേരിപ്പിക്കുന്ന ഒരാൾക്ക് പ്രാർത്ഥിക്കാം. हालेलुया। धन्यवाद 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 धन्यवाद। सर्वशक्तिमान परमेश्वर पिता, हम आपके नाम की धन्यवाद स्तुति करते पिता सुंदर समय के लिए।
स्तुति करते हैं पिता। हाले 2 दिन हमारे पास प्रार्थना सुबह शाम का आशीष किया प्रभु, हम धन्यवाद। अंतिम सेक्शन में हम आए प्रभु, या हाले लास्ट प्रार्थना परमेश्वर, जो तीसरा दिन प्रार्थना अद्भुत कार्य करे, जैसा आप तीसरे दिन जी उठे प्रभु हमारे बीच में, आज तीसरा दिन छुटकारा होने के लिए हम प्रार्थना करते प्रभु। एस्तर रानी की प्रार्थना तीसरा दिन में आपने अद्भुत कार्य किया, हमारे बीच में भी अद्भुत कार्य होने। जितने लोग ऑनलाइन में जुड़े प्रभु, हर एक के हृदय के अनुसार बातें कीजिए प्रभु, आपके स्वर्ग के सिंहासन में से वचन के द्वारा वो हमें जो भी कमी घटी आज प्रकट करके दीजिए पिता। अनुग्रह कर प्रभु, आए हुए सभी भाई बहनों को, आपके दासों को भी आपके हाथ में समर्पण करते प्रभु। हालेलुया। बहन सिस्टर जीती जॉन के लिए हम दुआ करते पिता, उनके सेवकाई में आशीष कर प्रभु। आपने अच्छा आराधना करने के लिए उनको आवाज दिया, धन्यवाद। और भी उनको सेवकाई में जहां जहां जाती है प्रभु, आपके नाम की महिमा होने के लिए अनुग्रह कर प्रभु। उनके सेवकाई को भी आशीष कर, उनके पति के भी सेवकाई को आशीष कर, हर एक जरूरतों को उनके पूरा करने के लिए प्रभु, अच्छा स्वास्थ्य देने के लिए के परिवार को आप संभाले, आशीष अनुग्रह से भर दीजिए पिता। हम प्रार्थना करते प्रभु, जो हमारे बीच में सेवकाई करने वाले आपके दास हालेलुया, ओ आमेन, हाले बिहार से जो यात्रा करेंगे प्रभु, उनके साथ रहना परमेश्वर। और कोई भी इंटरनेट का इशू ना होने दो, नेटवर्क सभी का अच्छे से चलने के लिए आपके दास का भी हालेलुया, जो प्रभु हालेलुया हमारे बीच में वचन की घोषणा करने वाले, इसलिए परमेश्वर हर एक को एक अच्छे तैयारी के साथ, ओ पूरे मन से, ये चिंता के साथ नहीं, अगर प्रभु आपके वचन अनुग्रह भयभक्ति के साथ आपके हजूरी में बैठने के लिए हर एक की आप सहायता मदद कर प्रभु। हर एक कुछ ना कुछ समस्या लेके आपके हजूर में बैठे, आप बातें करो, हर सवाल का जवाब प्रभु आपके स्वर्गीय सिंहासन में से वचन के द्वारा देने के लिए, हर एक गुप्त वेदों को खोलने के लिए हम प्रार्थना करते पिता। अनुग्रह कर प्रभु, दया कर। इन दिनों में प्रभु जितने भी दास दासी लोग हमारे बीच में आके सेवकाई किया प्रभु, वचन की सेवकाई हालेलुया वर्शिप, सभी को आशीष करना प्रभु, अनुग्रह से भरना पिता। हालेलुया जितने भी दास दासी लोग आके गए, उनको भी आशीष करना प्रभु। हालेलुया हम प्रार्थना करते, खास करके प्रभु हिंदी में अनुवाद करने के लिए सिस्टर केजिया की भी आप सहायता मदद कर, जो भी दास बोलते हैं पिता आले क्लियर उसको भी सुनाई देने के लिए, और हिंदी में अच्छी तरह अनुवाद करने के लिए जितने भी लोग हिंदी वाले बैठे हैं प्रभु, उनको अच्छे से समझने के लिए प्रभु, हमारे कानों की खुजली को दूर करने के लिए, और जो भी वचन आता हम ध्यान पूर्वक सुनने के लिए और समझने के लिए, उसके अनुसार चलने के लिए आप हमारी सहायता मदद कर। खास करके प्रभु जो वाणी आती है प्रभु पवित्र आत्मा के द्वारा, कितने लोगों को वाणी के द्वारा बातें करते, वो ध्यान पूर्वक वाणी जिसके लिए भी आते, कान लगाकर सुने क्या वाणी है, फिर से वो भूल नहीं जाए। अनुग्रह कर, अद्भुत करने वाला आप है परमेश्वर पिता। हम प्रार्थना करते सभी लोगों को ध्यान से और कान हालेलुया वचनों की ओर लगाकर अच्छी तरह सुनने के लिए ऐसा अद्भुत कार्य कर प्रभु जी, क्योंकि आपके वचन में लिखा है जिसके कान हो वो सुन ले। हमको कान दिया है प्रभु, तो हमें सुनने के लिए व्यर्थ बातें नहीं, मगर प्रभु की वाणी, प्रभु के वचन के हाले स्वर्ग सिंहासन में से जो आती है वो सुनकर पिता, हम प्रभु उसका अनुसार हाले चलने के लिए हमें सहायता मदद कर प्रभु जी। फिर से एक बार प्रभु हालेलुया को भी प्रभु हाले लीड करने के लिए अनुग्रह कृपा कीजिए, और ट्रांसलेशन करने के लिए आप सहायता मदद कीजिए। हालेलुया जो दास वचन बोलने वाले उनको भी यात्रा में साथ रखकर संभाल कर, वो प्रभु हाले जो भी सफर करते समय वचन बोलने वाले आप ही संभालना प्रभु, हमसे बातचीत करो प्रभु। सभी को आपके हाथ, आपकी महिमा आए हुए सभी के दुख दर्द बीमारी तकलीफ वचन के द्वारा प्रभु चंगाई देने के लिए हम प्रार्थना, सारा महिमा आदर आप ही को मिले। प्रार्थना यीशु मसीह के नाम से मांगते हैं, सुन और ग्रहण कर हमारे स्वर्गीय पिता। आमीन। हालेलुया। प्रभु ने हमारी प्रार्थना सुनी, इसलिए हाथों को उठा के प्रभु को धन्यवाद देंगे। हालेलुया, स्तुति हो, धन्यवाद हो। आगे का समय जो है परमेश्वर के अभिषेक दास को देना चाहती हूँ। पास्टर साहब ഓൺലൈൻ ആ ചുക്കെ हैं। ഹാലലുയ തുടർന്നുള്ള സമയം വചന ശുശ്രൂഷയ്ക്കായി വളരെ ആദരവോടെ ജസ്റ്റിൻ പാസ്റ്ററെ ക്ഷണിക്കുകയാണ്. ജസ്റ്റിൻ പാസ്റ്റർ സണ്ണി പാസ്റ്ററുകളുടെ ഒരു ഉപവാസ പ്രാർത്ഥനയിൽ എനിക്ക് തോന്നുന്നു കഴിഞ്ഞ മാസമാണ് ഒരു വ്യാഴാഴ്ചയാണ് ആ മീറ്റിംഗ്, അല്ലെങ്കിൽ
ഉപവാസ പ്രാർത്ഥനയിൽ പാസ്റ്റർ വന്നത്. ആ മീറ്റിംഗ് എനിക്ക് കൂടാൻ പറ്റിയില്ല. പക്ഷെ പിന്നീട് അറിഞ്ഞ വചന ശുശ്രൂഷ ഏറ്റവും അനുഗ്രഹമായിരുന്നു. അങ്ങനെ ഞാൻ സണി പാസ്റ്ററുകളോട് ഹരില പാസ്റ്ററുടെ നമ്പർ വാങ്ങിച്ചാണ്. അങ്ങനെയാണ് ഇന്ന് രാത്രിത്തെ മീറ്റിംഗിൽ ക്ഷണിക്കുവാൻ ദൈവം ഇടയാക്കിയത്. ഇന്ന് രാത്രി ദൈവം നമ്മളോട് സംസാരിക്കേണ്ടതിന് വളരെ ആഗ്രഹത്തോടും പ്രാർത്ഥനയോടുമായിരിക്കുക. ദൈവദാസന്റെ നെറ്റ്വർക്ക് ഒരു പ്രോബ്ലം ഉണ്ടാകാതിരിക്കാൻ നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ഹല്ലേലൂയ. വളരെ ആദരവോടെ പാസ്റ്ററെ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. ഹല്ലേലൂയ. സ്തോത്രം. പ്രാർത്ഥന. എന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല. ഞാന് പ്രൈസ് ലോർഡ് കാണാൻ പറ്റുന്നുണ്ടോ? ഒരു മിനിറ്റ് പാസ്റ്റർ. ഇല്ല, കാണാൻ പറ്റുന്നില്ല. ഓക്കെ. എന്നെ കാണാൻ പറ്റുന്നുണ്ടോ? കാണാൻ. താങ്ക് യു. ഞാന് ഇപ്പൊ നിങ്ങളോട് സംസാരിക്കുന്നത് ബീഹാറിൽ നിന്നാണ്. मैं अभी तुमसे बात कर रहा हूँ बिहार से. ഞാൻ ഇവിടെ ഒരു മീറ്റിംഗുമായി ബന്ധപ്പെട്ട് ഇവിടെ ആയിപ്പോയതാണ്. ഞാനപ്പോ ഈ മീറ്റിംഗിന്റെ എനിക്ക് ഡേറ്റിൽ അങ്ങോട്ട് ചെല്ലാൻ പറ്റിയില്ല. ഞാൻ ചെയ്യുന്ന സ്ഥലത്തേക്ക് ചെല്ലാൻ പറ്റിയില്ല. मैं मीटिंग के समय में मैं जहाँ पर रहता हूँ वहां तक पहुंच नहीं पाया. ഞാനിപ്പം ഞാൻ സിസ്റ്ററിനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞായിരുന്നു. ട്രാവലിംഗിലാണ്, അതിന്റെ ഒരു പ്രശ്നമാണ്. ഇന്ന് രാത്രി നിങ്ങളുടെ മുമ്പിൽ സംസാരിക്കാൻ പറ്റുമെന്ന് ഓർത്തല്ല, എങ്കിലും ഞാനിപ്പോ വണ്ടിയുടെ അകത്തിരുന്നാണ് സംസാരിക്കുന്നത്. സോ നിങ്ങളത് മനസ്സിലാക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. मैंने सिस्टर से कहा है कि मैं जो है सफर कर रहा हूँ और कार में बैठ के जो है मतलब वाहन में बैठ के मैं आपसे बात कर रहा हूँ. मैं उम्मीद रखता हूँ कि आप लोग ये समझ जाएंगे. സോ നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കുക. ഞാൻ ദൈവകൃപയിൽ ആശ്രയിക്കുന്നു. ഇന്ന് രാത്രി വലിയ കാര്യങ്ങൾ നമ്മുടെ മധ്യത്തിൽ സംഭവിക്കും. और मैं प्रभु की कृपा में जो है आसरा कर रहा हूँ और आज रात को परमेश्वर बड़ा कार्य हमारे बीच में करेंगे. ആമേൻ. ഞാൻ ഒരു വചനം നിങ്ങളിലേക്ക് കൊണ്ടുവരാനായിട്ട് ആഗ്രഹിക്കുകയാണ്. അത് വായിച്ച് നമ്മൾക്ക് മുന്നോട്ട് പോകാം. ലൂക്കോസിന്റെ സുവിശേഷം, ബുക്ക് ഓഫ് ലൂക്ക് ചാപ്റ്റർ 4 വേർഡ്സ് നമ്പർ 18, 19 ആൻഡ് 21 വരെ വായിച്ചാട്ടെ. ലൂക്ക് ചാപ്റ്റർ 4 വേർഡ്സ് നമ്പർ 18, 19, 20 and 21. श्राद्ध के वचन के मनन के लिए लूका का सुसमाचार 4 अध्याय उसका 18 से लेके 21 तक वचन पढ़ेंगे. लूका का सुसमाचार 4, 18 से 21 मलयालम में और हिंदी में पढ़े. ദരിദ്രരോട് സുവിശേഷം അറിയിപ്പാൻ കർത്താവ് എന്നെ അഭിഷേകം ചെയ്യുകയാൽ അവന്റെ ആത്മാവ് എന്റെ മേലുണ്ട്. ബദ്ധന്മാർക്ക് വിടുതലും കുരുടന്മാർക്ക് കാഴ്ചയും പ്രസംഗിപ്പാനും പീഡിതന്മാരെ വിടുവിച്ച് അയപ്പാനും കർത്താവിന്റെ പ്രസാദവർഷം പ്രസംഗിപ്പാനും എന്നെ അയച്ചിരിക്കുന്നു എന്ന് എഴുതിയിരിക്കുന്ന സ്ഥലം കണ്ടു. പിന്നെ അവൻ പുസ്തകം മടക്കി ശുശ്രൂഷക്കാരന് തിരികെ കൊടുത്തിട്ട് ഇരുന്നു. പള്ളിയിലുള്ള എല്ലാവരുടെയും കണ്ണ് അവങ്കൽ പതിഞ്ഞിരുന്നു. प्रभु की आत्मा मुझ पर है, इसलिए कि उसने कंगालों को सुसमाचार सुनाने के लिए मेरा अभिषेक किया है और मुझे इसलिए भेजा है कि बंदियों को छुटकारे का और अंधों को दृष्टि पाने का सुसमाचार प्रचार करूं और कुचले हुओं को छुड़ाऊं और प्रभु के प्रसन्न रहने का वर्ष का प्रचार करूं. तब उसने पुस्तक बंद करके सेवक के हाथ में दे दी और बैठ गया और आराधनालय के सब लोगों की आंखें उस पर लगी थी. तब वह उनसे कहने लगा, आज ही ये लेख तुम्हारे सामने पूरा हुआ है. ആമേൻ. ഹല്ലേലൂയ. നമ്മൾ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. നിങ്ങൾ ദൈവമക്കൾ, നിറവ് ലഭിച്ച ദൈവമക്കള് മൗനമായിരിക്കരുത്. ശക്തമായി പ്രാർത്ഥിക്കുക. നിങ്ങളുടെ ലൈഫിനെ ഇന്ന് രാത്രി ചേഞ്ച് ചെയ്യുവാൻ എൻ്റെ ദൈവത്തിന് പറ്റും. और अभी हम प्रार्थना करने जा रहे हैं और आत्मा से भरे हुए हर एक जो है प्रार्थना करते रहे. आज रात को परमेश्वर आपका लाइफ चेंज कर देगा. ഇന്ന് രാത്രി മുതൽ ദൈവം നിന്നെ മറ്റൊരു നിലയിൽ എഴുന്നേൽപ്പിക്കാൻ പോവുക. നസ്രയത്തിൽ വളർന്ന യേശുവിനെ ആമേൻ മറ്റൊരു നിലയിൽ എഴുന്നേൽപ്പിച്ചതുപോലെ പരിശുദ്ധാത്മാവ് നിന്നെ മറ്റൊരു തലത്തിൽ ഉപയോഗിക്കാൻ പോവുക.
आज रात से परमेश्वर जो है जैसा यीशु मसीह को अगले स्तर में इस्तेमाल किया, आपको भी आत्मा के एक अगले स्तर में ऊंचा उठा के इस्तेमाल करेंगे। അമേൻ. നടുവാൻ ഒരു കാലമുണ്ടെങ്കിൽ നട്ടത് പറിക്കാൻ ഒരു കാലമുണ്ടെന്ന് വചനം പറയുന്നത് പോലെ वचन कहता है कि बोने का एक समय है तो बटोरने का भी एक समय है। കരയാൻ ഒരു കാലമുണ്ടെങ്കിൽ ചിരിക്കാൻ ഒരു കാലമുണ്ടെന്ന് വചനം പറയുന്നത് പോലെ पवित्र शास्त्र सिखाता है कि रोने का एक समय है तो हंसने का भी एक समय है। അമേൻ. പുസ്തകം വായിക്കാൻ ഒരു സമയം നിന്റെ ജീവിതത്തിനകത്തുണ്ടെങ്കിൽ അത് പ്രകടമാക്കാൻ ഒരു സീസൺ നിന്റെ മുമ്പിൽ ദൈവം തുറക്കാൻ പോവാ. वचन पढ़ने के लिए एक समय है तो पढ़ा हुआ वचन प्रकट करने के लिए भी एक सीजन परमेश्वर आपके जीवन में ओपन कर रहा है। കണ്ണുകൾ അടയ്ക്കാം. പ്രാർത്ഥിക്കുന്ന എല്ലാ ശബ്ദം അന്യഭാഷ വരെ ലഭിച്ചവര് പ്രാർത്ഥിക്കണം. ഭയങ്കരമായ ദൈവകൃപ എല്ലാവരുടെ പേരും വ്യാപരിക്കട്ടെ. അല്പസമയം എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. सभी लोग प्रार्थना करते रहे, आत्मा में अन्य भाषाओं में प्रार्थना करते रहे। ദുരാത്മാക്കൾ ഇളകട്ടെ. दुष्टात्माएं आज से खुल जाने पाए കൈവശങ്ങൾ പുറത്തു വരട്ടെ. और पेट में जो भी दोष दिया है वो बाहर आने पाए। രോഗശക്തികൾ വിട്ടുമാറട്ടെ. रोग के बंधन दूर होने पाए ഇന്ന് രാത്രി മരണനിഴലിരിക്കുന്നവർ ജീവനിലേക്ക് കടന്നു വരട്ടെ. और मृत्यु में बैठे हुए जीवन में आने पाए ഇരുട്ടിലിരിക്കുന്നത് വെളിപ്പെട്ട് പുറത്തു വരട്ടെ. और अंधेरे में बैठा हुआ प्रकाश में आने पाए। കമോൺ. അധരങ്ങളെ തുറന്ന് ശക്തിയോടെ ആത്മാവിൽ ആരാധിക്കാൻ കൃപ ലഭിച്ചവർ ആത്മാവിൽ ആരാധിച്ചു തുടങ്ങട്ടെ. और कृपा पाया हुआ हर एक लोग आत्मा में प्रार्थना करते, दुआ करते, अन्य भाषाओं में बातें करते रहे। ഇന്ന് നിന്റെ തല മുതൽ പാദം വരെ ദൈവത്തിന്റെ ആത്മസാന്നിധ്യം ഇറങ്ങി നിൽക്കുന്ന ഒരു കാഴ്ച എനിക്ക് ആത്മാവിൽ കാണാം. और सिर से लेके आपके पांव तले तक परमेश्वर की आत्मा उतरते हुए मैं आत्मा मंडल में देख रहा हूँ। അമേൻ. ഇതുവരെ കണ്ട ഒരളവിലെല്ലാം മറ്റൊരളവിൽ ദൈവം നിന്നെ നിർത്താൻ പോകുക. अभी तक आपने जो देखा वो माप में नहीं, एक नया माप में परमेश्वर आपको खड़ा करेगा। അമേൻ. നസറേത്തിൽ 30 വർഷം വളർന്ന യേശു അല്ല, തന്റെ 30 വയസ്സ് കഴിഞ്ഞിട്ടുള്ള യേശു ആള് മാറിയതുപോലെ പരിശുദ്ധാത്മാവ് എന്നോട് പറയുന്നു, ചിലരെ ആള് മാറ്റി ഒരു ശുശ്രൂഷയുമായി ബന്ധപ്പെട്ടാണ് ഇന്ന് രാത്രി ആത്മാവ് ഇടപെട്ടുകൊണ്ടിരിക്കുന്നത്. और जैसे यीशु मसीह नसरेत में 30 साल तक था, वो स्तर नहीं है। 30 साल के बाद आत्मा का अगले स्तर में वो उठाए गए। उसी समान कुछ लोगों को सेवकाई के लिए आत्मा का अगले स्तर में प्रभु खड़ा करने के लिए आज रात को प्रभु की आत्मा हमसे बातें कर रही है, तैयार कर रही है। അമേൻ. കൂടുകളെ തന്റെ കൂടിളക്കി പറക്കുമാറാക്കുന്ന ഒരു ദൈവം ഉണ്ടെങ്കിൽ और हम देखते हैं कि जो घोंसले को जो है हिलाकर परमेश्वर जो है उसमें बैठे हुए हर एक जो पक्षियों को उड़ाने के लिए सिखाता है। അമേൻ. നിന്റെ പ്രിപ്പറേഷൻ ടൈം കഴിഞ്ഞ് നിന്നെ വെളിപ്പെടുത്തുന്ന എക്സ്പോസ് ചെയ്യുന്ന ഒരു സമയം ദൈവാത്മാവ് എന്നെ കാണിക്കുന്നു. और परमेश्वर की आत्मा मुझे दिखा रही है कि आपका तैयारी का समय जो है समाप्त हो गया और अभी आपको प्रकट करने का समय है। ഗിഫ്റ്റി തോമസ് ഒരുങ്ങിക്കോ, ആത്മാവ് നിന്നെ ഉപയോഗിക്കാൻ പോകുന്നു. मलयाली पास्टर ട്രാൻസ്ലേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നല്ലതാ. मलयाली पास्टर മനസ്സിലാവും। ഓക്കെ. കർത്താവിന്റെ ആത്മാവ് ഗിഫ്റ്റി തോമസിനോട് പറയുന്നു, ഒരുങ്ങിക്കോ, പരിശുദ്ധാത്മാവ് പ്രിയദാസിയെ ഉപയോഗിക്കാൻ പോകുന്നു. ദൈവത്തിന്റെ വലിയ കരം നിന്റെ മേൽ ചലിക്കാൻ പോകുന്നു. താങ്ക് യു ലോർഡ്. സിസ്റ്ററെ ഒന്ന് ട്രാൻസ്ലേറ്റ് ചെയ്യുവാണെങ്കിൽ നല്ലതാണ്, എനിക്ക് നല്ലതാണ് പേഴ്സണലി. ओके 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 गिफ्टी थॉमस सिस्टर से परमेश्वर की आत्मा बोल रही है कि आपका स्तर बदलने वाला परमेश्वर आपको उपयोग करने वाले हैं। ആമേൻ. ദൈവം ചിലരെ ഇതിന്റെ അകത്ത് ശുശ്രൂഷയിലേക്ക് മാനിക്കാൻ പോവാ. और कुछ लोगों को परमेश्वर सेवकाई के स्तर पे जो है आदर करने वाले हैं। കർത്താവ്, ഞാൻ ഈ ജനത്തെ ഇന്ന് രാത്രി കേൾപ്പിക്കുന്ന വചനത്തെ ഓർത്ത് പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുക. और परमेश्वर आज रात को जो वचन में इन लोगों को सुनाने वाला उसके लिए प्रार्थना करके आशीष करता हूँ। ആമേൻ. കോതമ്പ് മണി നിലത്ത് വീണ് ചത്ത് പോലെ കിടക്കുന്നത് മുള പൊട്ടുന്ന രാത്രിയാണല്ലോ. और आज रात को जिस समान गेहूं मिट्टी पर गिरकर हालेलुया फलवंत हुआ, उस समान का रात बनने पाए। ആമേൻ. മണ്ണിനകത്ത് കിടക്കാൻ സമയമുണ്ടെങ്കിൽ പുറത്തു വരാൻ സമയമുണ്ട്. मिट्टी के भीतर रहने का समय है तो मिट्टी के बाहर आने का भी एक समय प्रभु ने ठहराया है। ആമേൻ. ലാസർ കല്ലറയ്ക്കകത്ത് കിടന്നെങ്കിൽ പുറത്തെടുക്കാൻ ഒരു സമയമുണ്ട്. लासर यदि कब्र के भीतर रहने का समय है तो कब्र से बाहर आने का भी समय प्रभु ने नियुक्त किया है। ആമേൻ. ഈ രാത്രി പുറത്തു വരുന്ന രാത്രിയാണ്, ജീവൻ പ്രാപിക്കുന്ന രാത്രിയാണ്, വലിയത് നിന്റെ കണ്ണിന് മുമ്പിൽ പ്രകടമാകുന്ന രാത്രിയാണ്.
आज रात को कुछ लोग बाहर आने का रात है, जीवन प्राप्त करने का रात है, एक बड़ा स्तर प्रकट होने का रात है। അമേൻ. ദൈവാത്മാവ് എന്നോട് പറയുന്നു, കേട്ടത് മതി. ഈ ശബ്ദം ഈ പർട്ടിക്കുലർ മീറ്റിങ്ങിനോട് ബന്ധപ്പെട്ട ഞാൻ സംസാരിക്കുന്നത്. കേട്ടത് മതി, അനുഭവിക്കുവാൻ, പ്രാപിക്കാൻ തയ്യാറായിക്കൂ. और इस मीटिंग से जुड़े परमेश्वर की आत्मा कह रही है कि सुना हुआ अभी बस हुआ, अभी मुझे अनुभव करना है। ആമേൻ. കർത്താവെ, ഒരിക്കൽ കൂടി ബ്ലസ് ചെയ്യുന്നു യേശുവിന്റെ നാമത്തിൽ തന്നെ. प्रभु मैं एक और बार आशीष करता हूँ यीशु मसीह के नाम से, आमीन। ഞാനൊന്ന് ജസ്റ്റ് മെസ്സേജിലേക്ക് എൻ്റർ ചെയ്യട്ടെ, എന്നിട്ട് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നിങ്ങൾ വായിച്ച ഭാഗം ശ്രദ്ധിച്ചിരിക്കുമല്ലോ. मैं आपके लिए मैसेज से बात करूंगा, संदेश से बात करूंगा, फिर प्रार्थना करूंगा। पढ़ा हुआ वचन को ध्यान दे। അമേൻ. യേശു വളർന്ന നസ്രയത്തിൽ ചെന്ന് ശബത്തിൽ തന്റെ പതുപോലെ പള്ളിയിൽ ചെന്ന് വായിപ്പാൻ എഴുന്നേറ്റ പുസ്തകമാണ് യെശയ്യാപ്രവാചകന്റെ പുസ്തകം. यीशु मसीह जो है आराधनालय में जाकर हमेशा की तरह सबत के दिन में पुस्तक खोला यशायाह नबी का किताब पढ़ने को। അമേൻ. ആ വാക്യം ശ്രദ്ധിക്കുക. ദരിദ്രരോട് സുവിശേഷം അറിയിപ്പാൻ കർത്താവിനെ അഭിഷേകം ചെയ്തിരിക്കിയാൽ അവന്റെ ആത്മാവിന്റെ മേൽ ഉണ്ടെന്ന് പറഞ്ഞാണ് യേശു ശുശ്രൂഷ ആരംഭിക്കുന്നത്. यीशु मसीह अपनी सेवकाई का शुरुआत ये कहकर कहते हैं कि प्रभु की आत्मा मुझ पर है, इसलिए कि कंगालों को सुसमाचार सुनाने के लिए मुझे अभिषेक किया है। ബദ്ധന്മാർക്ക് വിടുതലും കുരുടന്മാർക്ക് കാഴ്ചയും പ്രസംഗിപ്പാനും പീഡിതന്മാരെ വിടുവിച്ചയപ്പാനും കർത്താവിന്റെ പ്രസാദ വർഷത്തിനായും എന്നെ അയച്ചിരിക്കുന്നു എന്ന് എഴുതിയിരിക്കുന്ന സ്ഥലം കണ്ടു. और बंदियों को छुटकारे के लिए, अंधों को दृष्टि पाने के लिए, सुसमाचार प्रचार करने, कुछ लोग को छुड़ाने के लिए, प्रभु के प्रसन्न रहने का वर्ष को प्रचार करने के लिए प्रभु ने मुझे चुना है। ഇന്ന് രാത്രി നിങ്ങൾ കേൾക്കുന്ന വചനം നിങ്ങളെ ടച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ ആ വചനം അമേൻ അമേൻ അടച്ചു വെച്ചിട്ട് ഇന്ന് രാത്രി നീ ആ വചനത്തെ നോക്കിയിട്ട് പറയണം, ഈ വചനത്തിന് നിവർത്തി വന്നിരിക്കുന്നു. और यदि आज रात को आप विश्वास करते, जो पढ़ा हुआ वचन को, यदि वो वचन आपको टच किया, उसे देखते हुए कहना कि ये मेरे जीवन में आज पूरा होगा। അമേൻ. നിങ്ങൾ കേൾക്കുന്ന വചനം അത് പാഴാകാൻ ദൈവത്തിന് പദ്ധതിയില്ല. കേൾക്കുന്ന വചനം അമേൻ അത് അതിന്റെ നിലകളിൽ വിളിച്ചു പറയുവാൻ പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി ആവശ്യപ്പെടുകയാണ്. और जो सुनने वाले वचन है वो बहकर नहीं जाना चाहिए, वो हमारे जीवन में उसका फल लाने के लिए प्रभु की आत्मा चाहते हैं। കേട്ടത് നിവൃത്തിയിലേക്ക് വരാൻ പോകുന്നു. सुना हुआ उसका पूर्णता की ओर आएगा। അമേൻ. നിങ്ങളുടെ അടുത്ത് ആരെങ്കിലും ഉണ്ടെങ്കിൽ അയാളെ തൊട്ടിട്ട് പറ, ഇല്ലെങ്കിൽ സ്വന്തം കരം തലയിൽ വെച്ചിട്ട് പറ, കേട്ടത് നിവർത്തിയാകും. और यदि आपके बाजू में कोई बैठा है उनसे कहे, नहीं तो अपने सिर पर हाथ रखकर कहे कि मैंने जो सुना है मैं अनुभव करूंगा, वो पूरा होगा। വെള്ളത്തിന്റെ ഫോർമുല കർത്താവ് വിളമ്പാൻ പറഞ്ഞപ്പോൾ അത് വീഞ്ഞിന്റെ ഫോർമുല. അമേൻ. ഇന്ന് രാത്രി അമേൻ ശാസ്ത്രത്തെ വെല്ലുന്ന നിലകളിൽ നിന്നിൽ ദൈവം കാണാൻ പോകുന്നു. और पानी का जो फॉर्मूला है, हम देखते हैं कि पानी को जो कैसे दाख मधु में बदला, उस समान कुछ बदलावट जो है परमेश्वर आज रात को करने पर है। അമേൻ. പ്രകടമായ മാറ്റം നിന്റെ തലമുറയിൽ സംഭവിക്കാൻ പോകുന്നു. और एक हम देख सके एक ऐसा एक चिन्ह, एक चमत्कार है, बदलावट आपकी संतानों के जीवन में आप देख पाएंगे। അമേൻ. കുഞ്ഞുങ്ങളൊക്കെ അടുത്തുണ്ടെങ്കിൽ കരം ഒന്ന് ചേർത്ത് പിടിച്ചിട്ട് പ്രാർത്ഥിച്ചോ. ഈ നിമിഷം ആ കുഞ്ഞിന്റെ ജീവിതത്തിലേക്ക് അമേൻ ഇതുവരെ സംഭവിച്ചിട്ടില്ലാത്തൊരു മാറ്റം സംഭവിക്കും. यदि आपके संतान आसपास है तो उनके ऊपर हाथ रखे गए, अभी तक जो नहीं हुआ अब होने वाला है। അമേൻ. ദൈവാത്മാവ് എന്നോട് പറയുന്നു, ഈ രാത്രി അഭിഷേകത്തിൽ നിന്റെ പാത്രം നിറയുന്ന രാത്രിയാണ്. और परमेश्वर की आत्मा मुझसे कह रही है कि अभिषेक से आज रात को आपका पात्र भरने वाला है। അമേൻ. ദൈവാത്മാവ് ചിലരോട് പറയുന്നു, ശക്തമായി ഇന്ന് രാത്രി പ്രാർത്ഥിച്ചോ. ദൈവാത്മാവ് അന്യഭാഷകളിലൂടെ ചില ദൈവ ശബ്ദത്തിലൂടെ നിന്നെ നിറച്ച് ഹല്ലേലൂയ നിന്നെ ജനത്തിന് മുമ്പിൽ ദൈവത്തിന് ഉപയോഗമുള്ള ഒരു വസ്തുവാക്കും. और आज रात परमेश्वर की आत्मा कहती है कि प्रार्थना करते रहे, परमेश्वर आपको जो है प्रार्थना के द्वारा, आपके जुबान के द्वारा, परमेश्वर की वाणियों के द्वारा लोगों के सामने इस्तेमाल करने वाले हैं। അമേൻ. വായിക്കാമോ? The book of 2 Corinthians chapter 1 verse number 21. 2 കൊരിന്ത്യർ ലേഖനം 1-ാം അധ്യായം അതിന്റെ 21-ാമത്തെ വാക്യവും 22-ാമത്തെ വാക്യവും. हम पढ़ेंगे 2 कोरिन्थियंस 1 अध्याय उसका 21 और 22 वचन, मलयालम में और हिंदी में जल्दी से पढ़े।
ഞങ്ങളെ നിങ്ങളോടുകൂടെ ക്രിസ്തുവിൽ ഉറപ്പിക്കുന്നതും നമ്മെ അഭിഷേകം ചെയ്തതും ദൈവമല്ലോ. അവൻ നമ്മെ മുദ്രയിട്ടും ആത്മാവെന്ന ആച്ചാരം നമ്മുടെ ഹൃദയത്തിൽ തന്നുമിരിക്കുന്നു. और जो हमें तुम्हारे साथ मसीह में दृढ़ करता है और जिसने हमारा अभिषेक किया वही परमेश्वर है, जिसने हम पर छाप भी कर दी है और बयाने में आत्मा को हमारे मनों में दिया। അമേൻ. വചനം പറയുവാണ്, ഞങ്ങളെ നിങ്ങളോടുകൂടെ ക്രിസ്തുവിൽ ഉറപ്പിക്കുന്ന ദൈവം. और वचन कहता है कि हमें मसीह के साथ दृढ़ करने वाला एक परमेश्वर। അമേൻ. ക്രിസ്തുവിൽ ഉറപ്പിക്കുന്ന നിലകളിൽ ഇന്ന് രാത്രി ദൈവം നിന്നെ അഭിഷേകം ചെയ്തിരിക്കുക. और परमेश्वर में दृढ़ करने के लिए प्रभु ने आपको अभिषेक किया है। അവൻ നമ്മെ മുദ്രയിട്ടിരിക്കുന്ന വചനം പറയുന്നത്. वचन कहता है कि उसने हम पर छाप कर दिया है, छाप डाला है। ഇന്ന് രാത്രി ആ കരങ്ങളെ തലയിലേക്ക് ഒരിക്കൽ കൂടി എടുത്ത് വെച്ചിട്ട് പറ, ദൈവത്തിന്റെ സീൽ എന്റെ മേൽ വന്നിരിക്കുന്നു, ആത്മാവെന്ന മുദ്ര എന്റെ മേൽ വന്നിരിക്കുന്നു. आज अपने हाथों को सिर पर रखे कहे कि परमेश्वर का मोहर, वो सील मेरे ऊपर आया है। നീ പറയുന്നതായിരിക്കും ഈ നാളുകളിൽ ദൈവാത്മാവ് നിന്നിലൂടെ ചെയ്തെടുക്കാൻ പോകുന്നത്. आप जो बोलेगे पवित्र आत्मा आपके द्वारा वो पूरा करेगा। കാരണം ഒരു പ്രത്യേക നിലയിൽ നിന്റെ മേൽ അഭിഷേകത്തിന്റെ പുഷ്ടിപ്പ് ഈ പർട്ടിക്കുലർ മീറ്റിങ്ങിനോട് ബന്ധപ്പെട്ട് സംഭവിച്ചു കഴിഞ്ഞു. क्योंकि आपके ऊपर एक अलग व्यत्यस्त जो है अभिषेक इस मीटिंग में प्रभु ने दिया है। യോസഫ് തൊട്ടതെല്ലാം സഫലമായതുപോലെ പരിശുദ്ധാത്മാവിനോട് പറയുന്നു, ഇതിനകത്ത് ഉറപ്പുള്ളൊരു അഭിഷേകമുണ്ടെന്ന് വിശ്വസിക്കുന്നവർ തൊടുന്നതെല്ലാം അനുഗ്രഹമാകാൻ പോകുന്നു. और यूसुफ हर चीज में सफल हुआ। आज रात में परमेश्वर का अभिषेक के द्वारा आप जो कुछ स्पर्श करेंगे वो पूरा होगा। അമേൻ. വചനം പറയുന്നു, യോഹനാന്റെ ലേഖനം 2-ാം അധ്യായം അതിന്റെ 20-ാം വാക്യം, നിങ്ങളോ പരിശുദ്ധനാൽ അഭിഷേകം പ്രാപിച്ച് സകലതും അറിയുന്നവരാണ്. और परमेश्वर का वचन पहला यूहन्ना उसका 2रा अध्याय 20वां वचन में लिखा है कि परंतु तुम्हारा तो उस पवित्र से अभिषेक हुआ है और तुम सब कुछ जानते हो। ആമേൻ. ഒന്നുറക്കെ പറഞ്ഞാട്ടെ, പരിശുദ്ധനാൽ അഭിഷേകം പ്രാപിച്ചവർ. और जोर से कहे कि पवित्र से जो है हम अभिषेक पाया है। അമേൻ. പള്ളിക്കകത്ത് കയറി യേശു നിന്നപ്പം ഭൂതങ്ങൾ അലറി ഓടിയത് ഇവൻ പരിശുദ്ധനാന്ന് പറഞ്ഞിട്ടാ. और जब आराधनालय में परमेश्वर यीशु मसीह खड़ा हुआ, दुष्टात्माएं लोग जो है दूर भागे ये कह के कि ये पवित्र है। ആമേൻ. ദൈവാത്മാവിനോട് പറയുന്നു, ആ പരിശുദ്ധനാലാണ് നിങ്ങൾ അഭിഷേകം ചെയ്യപ്പെട്ടത്. ഇപ്പോൾ മുതൽ ഭൂതങ്ങളുടെ മേൽ ചിലർക്ക് അധികാരം ഉണ്ടാവും. और परमेश्वर की आत्मा कहते उसी पवित्रता से आपको अभिषेक किया और कुछ लोगों के ऊपर दुष्टात्मा को बाहर निकालने के लिए प्रभु अभिषेक देगा। ആമേൻ. ഇന്ന് രാത്രി പാസ്റ്റർ എന്റെ കടം മാറണം, എന്റെ കൊച്ചിന്റെ കല്യാണം നടക്കണം, ഇങ്ങനെയൊക്കെ പറഞ്ഞിരിക്കുന്നവരോടല്ല ഞാൻ സംസാരിക്കുന്നത്, അവരോട് പിന്നെ സംസാരിക്കാം. ഞാൻ സംസാരിക്കുന്ന വേലയ്ക്ക് ദാഹമുള്ള തീ പിടിച്ച ചിലരോടാ. आज रात को मेरा कर्ज दूर होना, मेरे बच्चों का शादी होना, उनसे बात नहीं कर रहा हूँ, उनसे मैं बाद में बात करूंगा। सेवकाई के लिए जो तीव्रता है, उत्साही है, उनसे मैं बात कर रहा हूँ। തീയുള്ളവരെ ദൈവം തൊടും. जिसके ऊपर जो है जुनून है परमेश्वर के लिए, उनसे प्रभु जो है उन्हें परमेश्वर स्पर्श करेंगे। ഇന്ത്യക്ക് തീ പിടിക്കാൻ പോകുന്നു. और हमारे भारत देश में एक परमेश्वर का आग जो है होने वाला है। കേരളത്തിന് തീ പിടിക്കാൻ പോകുന്നു. और वैसे ही केरल में भी परमेश्वर का आग लगने वाली है। ഞാൻ ബീഹാറിൽ നിന്ന് നിങ്ങളെ വന്ദനം ചെയ്യുന്നു. ബീഹാറിൽ തീ പിടിക്കാൻ പോകുന്നു. और मैं बिहार से आपको वंदन करता हूँ। बिहार में भी मसीह का जो है आग लगने वाला है। ആമേൻ. ഇപ്പോൾ ചിലർ അന്യഭാഷകളിൽ പ്രാർത്ഥിച്ചോ, ദൈവാത്മാവ് ഭൂതശാന്തിയുടെ അഭിഷേകം ചിലരുടെ മേലേക്ക് പകരുക. अभी अन्य भाषाओं में आप बातें करें, दुष्टात्माओं पर जो है कुछ लोगों को परमेश्वर अधिकार देने वाले हैं। ചിലരെ ഞാൻ നോക്കുമ്പോ വർഷങ്ങൾ കേട്ടത് ലോക്കറിൽ കൊണ്ട് പൂട്ടി വെച്ചിട്ടിരിക്കുക. और कुछ लोगों को देखते वक्त जो है प्रभु ने दिया और लॉकर के अंदर बांध के रखा है। എന്റെ പൊന്നു സഹോദര സഹോദരി, നീ കേട്ട വാസ്തത്വം ശുശ്രൂഷയും പൂട്ടി വെച്ചിരിക്കാനുള്ള സമയമല്ല. ഇന്ന് രാത്രി അത് ഷോക്കേഴ്സ് വെക്കരുത്, ഉപയോഗിക്കണം. അത് മറച്ചു വെക്കരുത്, അത് ഉപയോഗിക്കാൻ ആത്മാവ് ആഹ്വാനം തരുന്നു. और मेरे प्रिय भाइयों और बहनों, प्रभु ने जो दिया आप शोकेश में लॉकर में रखना नहीं है, प्रभु के नाम के लिए इस्तेमाल करने के लिए प्रभु की आत्मा बता रही है।
അമേൻ. നിങ്ങൾ സത്യം അറിയുകയും സത്യം അറിയുകയും സത്യം നിങ്ങൾ അത് അറിയുകയും ബോഷ്കൊന്നും സത്യത്തിൽ നിന്ന് വരായികയിൽ ഞാൻ നിങ്ങൾക്ക് എഴുതുന്നു. और वचन कहता है कि आप सच्चाई को जानते हो और मूर्खता नहीं समझते, इसके लिए मैं आपको लिख रहा हूँ. അമേൻ. ഈ രാത്രി സത്യം അറിയുന്ന ചിലരോട് ദൈവാത്മാവ് പറയുന്നു, നിങ്ങൾ അഭിഷേകത്തിന്റെ സ്വാതന്ത്ര്യത്തിലേക്ക് വരാൻ പോകുകയാണ്. और सच्चाई को जानने वाले कुछ लोगों से परमेश्वर की आत्मा कह रही है, स्वतंत्रता में आप लोग आने पर है. ഹല്ലേലൂയ. ദൈവാത്മാവ് ചിലരെ അതിശക്തിയോടെ ഉപയോഗിക്കാൻ പോകുകയാണ്. और परमेश्वर की आत्मा कुछ लोगों को बड़े सामर्थ्य से इस्तेमाल करने वाली है. 9 കൃപാവരങ്ങളും നിങ്ങളുടെ മേൽ പ്രകടമാകുന്നു. और 9 प्रकार के वरदान आपके ऊपर प्रकट होगा. നിങ്ങളുടെ ചിന്തകളിൽ പോലും ദൈവകൃപ ഒഴുകുന്നു. आपके चिंताओं में भी परमेश्वर का अनुग्रह जो है वो उंडेलेगा. ആമേൻ. എത്ര പേർക്ക് വിശ്വാസമുണ്ട് എന്റെ മേൽ അങ്ങനെ ഒരു അഭിഷേകം ഉണ്ടെന്ന്? कितने लोग ये यकीन करते हैं कि वैसा एक अभिषेक मेरे ऊपर है? രാത്രി വഴി അറിയാത്തവരോട് ഞാൻ പറയാം, കർത്താവിന്റെ ആത്മാവ് പറയുന്നു, അവനാൽ പ്രാപിച്ച അഭിഷേകം നിങ്ങൾ ഇരിക്കുക. ആരും ഉപദേശിക്കേണ്ട ആവശ്യമില്ല, അവന്റെ അഭിഷേകം നിങ്ങളെ ഉപദേശിക്കും. और जिन्हें मार्ग नहीं पता है उनसे मैं कह रहा हूँ कि आपके ऊपर जो है परमेश्वर का अभिषेक है, इसलिए कोई भी आपको उपदेश देने की जरूरत नहीं है. वही अभिषेक आपको मार्गदर्शन देगा. ദൈവം ഇപ്പൊ ചോദിക്കുക, നിങ്ങൾക്ക് പ്രവചനം കേൾക്കണോ അതെയോ വഴി വേണോ എന്ന് ചോദിച്ചാൽ നിങ്ങൾ ഏത് സെലക്ട് ചെയ്യും? परमेश्वर ने यदि आपसे पूछा आपको भविष्यवाणी चाहिए या मार्ग चाहिए, तो आप कौन सा सिलेक्ट करोगे? ആമേൻ. പ്രവചനം കേൾക്കണോന്നല്ല ഞാൻ പറയാൻ പോകുന്നു. ഞാൻ പറയും, കർത്താവേ എനിക്ക് വഴി അറിയണം. और मैं ये नहीं कहूंगा कि आप कहे कि भविष्यवाणी सुनना है, मैं कहूंगा कि आप ये चुने कि प्रभु मुझे मार्ग दिखाए. ദൈവം ഒരിക്കൽ മോശയോട് പറഞ്ഞു, എന്റെ സാന്നിധ്യം നിന്റെ കൂടെ പോരും. परमेश्वर ने एक बार मूसा से कहा कि मेरी उपस्थिति तेरे संग चलेगी. മോശ ഒരിക്കൽ പോലും പ്രാർത്ഥിച്ചില്ല, ദൈവമേ നിന്റെ സാന്നിധ്യം എനിക്ക് തരണം, അമേ നീ എന്റെ കൂടെ വരണം, എനിക്ക് സ്വസ്ഥ നൽകണമെന്നൊന്നും മോശ ഒരിക്കലും പ്രാർത്ഥിച്ചില്ല. मूसा ने कभी भी प्रार्थना नहीं किया, प्रभु आपकी उपस्थिति मुझे चाहिए, मेरे संग चलना, मुझे जो है आराम विश्राम देना. ऐसा मूसा ने कभी प्रार्थना नहीं किया. അമേൻ. മോശ പ്രാർത്ഥിച്ചത് അതൊന്നുമല്ല. मूसा ने ये प्रार्थना नहीं किया. മോശ പ്രാർത്ഥിച്ചത് നിന്നെ അറിയണമെന്നും നിന്റെ വഴി അമേൻ എനിക്ക് മനസ്സിലാക്കി നൽകണമെന്നാ. मूसा ने केवल यही प्रार्थना की, प्रभु मैं आपको जानना चाहता हूँ, आपका मार्ग क्या है ये मुझे दिखाओ. അമേൻ. അങ്ങനെ പ്രാർത്ഥിച്ചപ്പോഴാണ് ദൈവം പറഞ്ഞത്, മോനെ പേടിക്കൊന്നും വേണ്ട, എന്റെ സാന്നിധ്യം നിന്റെ കൂടെ പോരും. और ऐसा प्रार्थना करने पर परमेश्वर ने कहा, हे बेटे तू डर मत, मेरी उपस्थिति तेरे संग चलेगी. ആമേൻ. ഞാൻ ഇന്ന് ചിലരെ നോക്കിയിട്ട് ഇങ്ങനെ പറയുന്നു, നിങ്ങളുടെ മേൽ പകരപ്പെട്ട അഭിഷേകം നുണയല്ല, അത് പ്രൊഡക്റ്റീവാണ്, അത് സൂപ്പർ നാച്ചുറൽ ആണ്. അത് നിങ്ങളിൽ നിന്ന് ദൈവത്തിന്റെ ഒഴുക്കായി ഒരു നദിയായി ഒഴുകുന്ന ഒരു കാഴ്ച ഇന്ന് രാത്രി തിരിച്ചറിയുക. और मैं ये कहना चाहता हूँ कि आपके ऊपर परमेश्वर ने उंडेला हुआ अभिषेक जो है वो झूठा नहीं है, वो एक असाधारण है, वो प्रोडक्टिव है और एक नदी के समान आपके भीतर से जो है बहेगा. ഇത് 3 ദിവസം ഉപവാസ പ്രാർത്ഥനയല്ലേ? ഇതിനകത്ത് ये 3 ദൈവമാരെല്ലാം വന്ന് പ്രസംഗിച്ചെന്ന് എനിക്കറിയാം. और ये 3 दिन का उपवास प्रार्थना था. कई दास लोग आके प्रचार किया है, मैं जानता हूँ. അമേൻ. ഹല്ലേലൂയ. ഞാൻ പറയട്ടെ, ഒത്തിരി വിടുതലിന്റെ സന്ദേശം കേട്ടു. बहुत छुटकारे का संदेश सुना. ഇന്ന് രാത്രി എന്റെ കൂടെ കരങ്ങൾ ഉയർത്തി പറയാൻ എത്ര പേരുണ്ട്, ഇനി ആ വിടുതൽ അമേൻ അത് എന്റേതായി തീർന്നെന്ന് പറയാൻ എത്ര പേരുണ്ട്? और बहुत छुटकारे के बारे में हमने सुना, लेकिन आज कितने जन कहेंगे वो छुटकारा मेरा है, मुझे आज प्राप्त हुआ. അമേൻ. കർത്താവ് ഒരിക്കൽ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചപ്പോ പറഞ്ഞു, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോ നിങ്ങൾക്ക് അത് ലഭിച്ചെന്ന് നിങ്ങൾ വിശ്വസിക്കണം. यीशु मसीह ने एक बार प्रार्थना करने को सिखाया और कहा, जब तुम प्रार्थना करते हो ये विश्वास करो कि तुम जो प्रार्थना किया तुम्हें मिल गया. അമേൻ. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുക, ഇന്ന് രാത്രി നിങ്ങൾക്ക് വിടുതൽ ലഭിക്കുമെന്നല്ല ഞാൻ പറഞ്ഞത്, വിടുതൽ ലഭിച്ചു കഴിഞ്ഞു. इसलिए मैं रात को ये नहीं कहता हूँ कि आपको छुटकारा मिलेगा, मैं ये कह रहा हूँ कि आपको छुटकारा मिल चुका है. ഇവാഞ്ചലിൻ, ദൈവാത്മ പറയുന്നു, നിനക്കൊരു സുവിശേഷകയുടെ ശുശ്രൂഷയുണ്ട്. इवेंजलिन सिस्टर्स, सुसमाचार का एक सेवकाई आपको है. അമേൻ. നീ ദിവസങ്ങളിൽ ഉണർന്ന് ചെയ്യണം, ദൈവം നിന്നെ പ്രൊഡക്റ്റീവ് ആക്കാൻ പോകുക. और जागते हुए ये दिनों में आप कार्य करना है, प्रभु आपको एक प्रोडक्टिव बनाएंगे.
ദൈവം ഈ യൂത്ത് മിനിസ്ട്രിയുമായിട്ട് കണക്ട് ചെയ്യാൻ പോകുന്നു നിന്നെ. और आपको जवानों के बीच में सेवकाई के लिए कनेक्ट करेंगे। പ്രത്യേകിച്ച് ഈ ഇന്ത്യയിൽ മാത്രമല്ല, ഈ വിദേശ രാജ്യങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ചില യൂത്ത് മിനിസ്ട്രിയുമായിട്ട് നിനക്ക് കണക്ഷനുകൾ ഉണ്ടാകാൻ പോകുന്നു. और केवल हिंदुस्तान में नहीं, विदेश में भी जवानों के बीच में जो है परमेश्वर एक कनेक्शन आपको देंगे। നിന്റെ പഠനത്തോട് ബന്ധപ്പെട്ട് നിന്നുപോയതെന്തോ ദൈവം ആരംഭിക്കാൻ പോകുന്നു. और आपके पढ़ाई से जुड़े हुए कुछ जो रुक गया, परमेश्वर उसे शुरू करने वाले हैं। ശത്രു ചിലതെല്ലാം നിന്റെ മുമ്പിൽ അടച്ചു. എന്നാൽ ദൈവാത്മാവിനോട് പറയുക, ഒരു താക്കോല് കൊണ്ട് തുറക്കുന്നത് പോലെ ഈ രാത്രി നീ ആത്മാവിൽ ഉണർന്ന് പ്രതികരിച്ച് പ്രാർത്ഥിച്ചോ, ദൈവം നിനക്ക് വേണ്ടി ചിലത് ചെയ്യുന്നു. शत्रु ने कुछ जो है बंद किया, परमेश्वर कहता है कि कुछ कुंजियों के साथ उसे खोलूंगा। तो जागते हुए ये दिनों में प्रार्थना करते रहे। അമ്മ, ഞാൻ പറയുന്നതിനകത്ത് എന്തെങ്കിലുമൊക്കെ ദൈവശബ്ദം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അൺമ്യൂട്ട് ചെയ്ത് പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. പക്ഷെ അങ്ങനെ ഉണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ ആ സമയം പ്രാർത്ഥിക്കും. और जब मैं भविष्यवाणी करूंगा वो सच वैसे ही है, तो आप क्या करना है, आप जो है अनम्यूट करते हुए बताना है, तो उसी वक्त मैं आपके लिए प्रार्थना करूंगा। അമ്മ, ഭയങ്കരമായി ചിലരുടെ ലൈഫ് ഇതിനകത്ത് ചേഞ്ച് ചെയ്യും. कुछ लोगों का लाइफ आज बदलने पर है। അമ്മ, എനിക്കറിയത്തില്ല നിങ്ങളുടെ മേൽ പകരപ്പെട്ട അഭിഷേകത്തെ കുറിച്ച് നിങ്ങൾക്ക് വിലയുണ്ടോ ബോധ്യമുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. मैं नहीं जानता कि आपके ऊपर उंडेला हुआ अभिषेक का कीमत आप समझते हो या नहीं। അതുകൊണ്ടാണ് വചനം പറയുന്നത്, നിങ്ങളുടെ മേൽ പകർന്നിരിക്കുന്ന ആത്മാവിനെ കെടുക്കരുത്. इसके लिए वचन कहता है कि जो आत्मा आपके ऊपर उंडेला है उसे न बुझाओ। അമ്മ, നിങ്ങൾ കേട്ട പ്രവചനത്തെ തുച്ഛീകരിക്കരുത്. आप सुना हुआ भविष्यवाणियों को तुच्छ ना समझो। ഇന്ന് രാത്രി അതിനെ മുറുകെ പിടിച്ച് പ്രാർത്ഥിക്കണം. आज रात को उसे थामे हुए प्रार्थना करना है। യോസഫ് മിസ്രൈമിലുള്ള ഇസ്രായേൽ മക്കളോട് പറഞ്ഞു, നിങ്ങളെ ദൈവം പുറപ്പെടുവിക്കുമ്പോ എന്റെ അസ്ഥി കൂടെ ചുമന്നുകൊണ്ട് പോകണം. यूसुफ ने मिस्रैम में रहने वाले इसराइलियों से कहा, जब परमेश्वर तुम्हें हालेलुया मिलने आएंगे तो मेरे अस्थियों को जो है मिस्र देश से लेके जाना। ഇന്ന് രാത്രി വിശ്വാസത്തിന്റെ കാഴ്ച ദൈവാത്മാവ് ചിലർക്ക് നൽകാൻ പോകുന്നു. और विश्वास की दृष्टिकोण जो है कुछ लोगों को प्रभु आज देंगे। ആമേൻ. ആമേൻ. നിങ്ങളെ കരങ്ങൾ ഉയർത്തിയിട്ട് പറഞ്ഞ, എന്റെ മേൽ പകർന്ന അഭിഷേകം വലിയ അഭിഷേകമാണ്. अपने हाथों को उठाकर कहे, मेरे ऊपर उंडेला हुआ अभिषेक बड़ा अभिषेक है। തന്റെ ഒറ്റ പ്രാർത്ഥന കൊണ്ട് ആമേൻ സൂര്യചന്ദ്ര നക്ഷത്രാദികളെ ആകാശമണ്ഡലങ്ങളിൽ നിർത്തിയ പ്രവാചകൻ ബൈബിളിനകത്തുണ്ട്. और अपने एक ही प्रार्थना के साथ सूर्य चंद्र आकाश मंडल में जो कुछ है उसे रोका हुआ एक अभिषेक भविष्यवक्ता पवित्र शास्त्र में है। ആമേൻ. ഹല്ലേലൂയ. തീക്കൽ പാറയിന്ന് വെള്ളം പുറത്തു കൊണ്ടുവന്നതുപോലെ चट्टान से जैसा पानी लेके आया, ഇന്ന് രാത്രി നീ ആത്മാവിൽ ചിലതിനെ അടിക്കാൻ തയ്യാറാണെങ്കിൽ, ചിലതിനോട് കൽപ്പിക്കാൻ തയ്യാറാണെങ്കിൽ, ദൈവത്തിന്റെ പ്രവൃത്തി ഇന്ന് രാത്രി നിനക്കും നിന്റെ ഭവനത്തിനും അനുകൂലമായി വെളിപ്പെട്ടു വരും. और आज रात कुछ चट्टानों को आज्ञा देने के लिए, मारने के लिए आप तैयार होते हैं, तो परमेश्वर का जो कार्य आपके ऊपर प्रकट होगा। അടുത്തിരിക്കുന്നവർ പറഞ്ഞേ, ഇത് കേൾക്കേണ്ട സീസൺ അല്ല. ദൈവാത്മാവ് എന്നോട് വ്യക്തമായി ഇതിനകത്തിരിക്കുന്ന ആൾക്കാരോട് പറയാൻ പറയുന്നു, നിങ്ങൾ വാ തുറക്കേണ്ട സീസണാ, വാ തുറക്കേണ്ട സീസൺ. परमेश्वर की आत्मा बड़े सामर्थ्य से मुझसे कह रहा है, आप अपने आजू बाजू बैठे लोगों से कहे, ये सुनने का सीजन नहीं है, मुंह खोलकर बोलने का, ऐलान करने का, घोषणा करने का समय है। ഉപവസിച്ചും പ്രാർത്ഥിച്ചും 120 പേർ മാളികയ്ക്കകത്ത് കൂടിയിരുന്നവരുടെ മേൽ തീയിറങ്ങി അവര് പത്രോസും 11 പേരും എഴുന്നേറ്റ് നിന്നു. और हम देखते उपवास और प्रार्थना के साथ 120 लोग जहां बैठे थे, उस ऊपरी कोठरी में जो है स्वर्गीय अग्नि उतरा। फिर पत्रोस और उसके साथ जितने 11 लोग थे वो खड़े हुए। ആമേൻ. നിങ്ങളോട് ദൈവാത്മാവ് പറയുന്നു, ഈ കൂടിയിരിക്കുന്ന ചിലരെ ദൈവം കളത്തിലേക്ക് ഇറക്കാൻ പോകുന്നു. और यहाँ पर परमेश्वर की आत्मा कह रही है कि जितने आए, कुछ जो लोगों को परमेश्वर जो है ये दिनों में हालेलुया बाहर लेकर आने वाले हैं। ഈ ബിന്ദു ജിബുവിനോട് പരിശുദ്ധാത്മാവ് പറയുന്നു, ആമേൻ, ദൈവത്തിന്റെ പ്രവൃത്തിയുമായി രൂത്തിന് വേണ്ടി ഇറങ്ങിയതുപോലെ കർത്താവിന്റെ ദാസിക്ക് വേണ്ടി ദൈവാത്മാവ് ഇറങ്ങാൻ പോകുന്നു. और बिंदु सिस्टर से परमेश्वर की आत्मा कह रही है कि जैसा रूत को परमेश्वर बाहर लेके आया, उस समान परमेश्वर आपके जीवन में कुछ कार्य करेंगे। ആമേൻ. ദൈവാത്മാവൻ പറയുന്നു, കച്ചി വലിച്ചിട്ട് കൊടുത്തതുപോലെ ആമേൻ ചിലതെല്ലാം വലിച്ചിട്ട് തരും കേട്ടോ. ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിച്ചൊരുങ്ങിക്കോ. ചിലത് പറക്കേണ്ട, വയലിറങ്ങി ചിലത് പറക്കേണ്ട സമയങ്ങളാ. അടങ്ങിയിരിക്കരുത്.
बिनने के लिए जो है, जैसा रूत गई खेत में, उसके लिए अलग कुछ रखा था, उस समान परमेश्वर आपके लिए कुछ तैयार करेगा। इसलिए चुप ना रहो, प्रार्थना करते रहो। ആമേൻ. ഒരു വാക്യം കൂടെ വായിച്ചിട്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവാ. एक और पद पढ़कर, वचन पढ़कर मैं आपके लिए प्रार्थना करूंगा। 1 ശമൂവേലിന്റെ പുസ്തകം 26-ാം അധ്യായം അതിന്റെ 9-ാമത്തെ വാക്യം. पहला शमूएल, 1 शमूएल पास्टर ഒന്നുകൂടെ പറയണേ. 1 Samuel chapter 26 verse number 9. पहला शमूएल उसका 26 अध्याय 9 वचन. ദാവീദ് അബീശായിയോട് അവനെ നശിപ്പിക്കരുത്, യഹോവയുടെ അഭിഷിക്തന്റെ മേൽ കൈവച്ചിട്ട് ആർ ശിക്ഷ അനുഭവിക്കാതെ പോകും എന്ന് പറഞ്ഞു. ഞാൻ ഹിന്ദി വായിക്കുന്നുണ്ടോ? हाँ, दाऊद ने अबीशाई से कहा, उसे नष्ट ना कर, क्योंकि यहोवा के अभिषिक्त पर हाथ चलाकर कौन निर्दोष ठहर सकता है। ഞാൻ എന്തിനാ ഇത് നിങ്ങളെ വായിപ്പിച്ചെന്ന് അറിയാമോ? ये क्यों मैंने आपको पढ़ाया? ശൗൽ എന്ന് പറയുന്നവൻ ദൈവത്തിൽ നിന്ന് അകന്നുപോയി. शाऊल जो है परमेश्वर से अलग हो गया. ആമേൻ. അവൻ ഈ പൂജകൾക്കും മറ്റ് ദുരാത്മാക്കളെ സേവിക്കുന്നതിന്റെ പുറകെ പോയി. पूजा करने और दुरात्माओं को सेवा करने के लिए वो गया. പക്ഷേ ആമേൻ, ശൗലിനെ തൊട്ടടുത്ത് കിട്ടിയിട്ടും और शाऊल ने तोटड़ेത്ത് കിട്ടിയിട്ട് शाऊल को पास में मिलने के बावजूद ആമേൻ, ദാവീദ് അബീശായിയോട് പറയുകയാണ്, दाऊद जो है अबीशाई से कह रहा है, യഹോവയുടെ അഭിഷിക്തന്റെ മേൽ കൈവെക്കരുത്. परमेश्वर के अभिषिक्त पर हाथ ना चलाना. ഇന്ന് രാത്രി ദൈവമക്കൾ മനസ്സിലാക്കണം, ദൈവം ഒരാളെ ഒരിക്കൽ അഭിഷേകം ചെയ്താൽ ആമേൻ, he is always in the merit. ദൈവാത്മാവിനെ എന്നോട് പറയുന്നു, അവനിൽ അതിന്റെ ഗുണവിശേഷങ്ങൾ ഉണ്ടായിരിക്കും. और परमेश्वर की आत्मा कह रही कि प्रभु ने यदि किसी को अभिषेक किया, उसके ऊपर गुण विशेषताएं होगी. ആമേൻ. ഞാൻ നിങ്ങളോട് പറയാം, ദൈവത്തിൽ നിന്ന് അകന്നുപോയ ശൗലിനോ ദൈവം ഇങ്ങനെ കൺസിഡർ ചെയ്യുന്നുണ്ടെങ്കിൽ, ആമേൻ, ദൈവത്തിന്റെ അഭിഷിക്തന്മാർ ഇങ്ങനെ കൺസിഡർ ചെയ്തെങ്കിൽ, നിങ്ങൾ ദൈവത്തോട് ചേർന്ന് നടക്കുന്ന നിങ്ങളെ തൊടാൻ ദൈവം സമ്മതിക്കത്തില്ല. और परमेश्वर से दूर गया शाऊल को परमेश्वर ऐसा कंसिडर करता है, तो आपके ऊपर कोई भी किसी को भी छूने परमेश्वर नहीं देगा. ഇന്ന് രാത്രി നിന്റെ മേൽ കിടക്കുന്ന അഭിഷേകത്തെ കുറിച്ച് നിനക്ക് അറിയത്തില്ലെങ്കിൽ പിശാച് പന്ത് തട്ടുന്ന പോലെ തട്ടിയെന്നിരിക്കും, എന്നാൽ അഭിഷേകം ഉള്ളവനെ തൊടാൻ പറ്റത്തില്ല. और यदि आपके ऊपर जो परमेश्वर ने अभिषेक को उंडेला है, उसकी गहराई को आप समझते नहीं है, तो आप धोखा खा जाओगे. ദൈവം എന്നോട് പറയുന്നു, യു പിയിൽ സുവിശേഷം വർദ്ധിക്കാൻ പോകുന്നു. परमेश्वर मुझसे कह रहा है कि यूपी में जो है सुसमाचार फैलने वाला है. ഈ ഇതിനകത്ത് പാസ്റ്റർ വർഗീസ് പരിശുദ്ധാത്മാവിനോട് പറയുന്നു, യു പിയുമായി ബന്ധപ്പെട്ട് കർത്താവിന്റെ ദാസന്റെ മേലേക്ക് ഒരു ചലനം സംഭവിക്കാൻ പോകുന്നു. परमेश्वर की आत्मा वर्गीस पास्टर से कह रहे हैं कि यूपी से जुड़े जो है सुसमाचार के फैलाने के लिए परमेश्वर उन्हें अभिषेक कर रहे हैं. എനിക്ക് കർത്താവിന്റെ ദാസനെ അറിയത്തില്ല, കർത്താവിന്റെ ദാസനെ എനിക്ക് പരിചയമില്ല, പക്ഷേ ആത്മാവിനോട് പറയുന്നു, യു പിയുമായി ബന്ധപ്പെട്ട് ഒരു വലിയ ബേർഡൻ കർത്താവ് നിന്റെ അകത്ത് തന്നിട്ടുണ്ട്. അതിനെ ജ്വലിപ്പിച്ചോ. ശക്തമായ ഒരു പ്രവൃത്തി യു പിയോട് ബന്ധപ്പെട്ട് സംഭവിക്കാൻ പോകുന്നു. और परमेश्वर की आत्मा मुझसे कह रही है कि यूपी से जुड़े हुए एक बड़ा बोझ जो है प्रभु आपको दे रहा है. प्रार्थना करें, परमेश्वर आपको इस्तेमाल करेंगे. അബ്രഹാമിനെ ദൈവം വലിച്ചെടുത്ത് പുറത്തു കൊണ്ടുവന്ന് ആകാശവിധാനത്തിലെ നക്ഷത്രത്തെ എണ്ണാൻ കൊടുത്തതുപോലെ ആത്മാവർ എന്ന് പറയുന്നു, എണ്ണിക്കൂടാത്തൊരു സംഖ്യ ആത്മാക്കൾ നാങ്ങളെ വെയിറ്റ് ചെയ്തിരിക്കുന്നു. പ്രാപിച്ചോ. और परमेश्वर की आत्मा कह रही कि अब्राहम को जैसे हालेलुया बाहर लेकर आकर का आकाश की ओर देखो, तारों को गिनो, उस समान अनगिनत लोग जो है इंतजार में आपके, और प्रार्थना करें, परमेश्वर आपको इस्तेमाल करेंगे. Come on, ഞാൻ ഈ രാത്രി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. मैं प्रार्थना करने जा रहा हूँ. ഇന്ന് രാത്രി എല്ലാ വീഡിയോ ഓൺ ചെയ്യാൻ കഴിയുന്ന ദൈവമക്കളും വീഡിയോ ഓൺ ചെയ്തോണം. और जितने लोग वीडियो ऑन कर सकते हैं, सभी लोग वीडियो ऑन करें. ഞാൻ പറയുന്നത് അത് തന്നെയാണെങ്കിൽ നിങ്ങൾ ആ സമയം റെസ്പോണ്ട് ചെയ്യണം, പിന്നെ റെസ്പോണ്ട് ചെയ്യരുത്, അപ്പൊ തന്നെ റെസ്പോണ്ട് ചെയ്യണം. പാസ്റ്റർ അങ്ങനെ ഉണ്ടെങ്കിൽ ഉണ്ടെന്ന് അൺമ്യൂട്ട് ചെയ്ത് പറയണം. എന്തെങ്കിലും ഞാൻ പറയുന്നതുമായിട്ട് ബന്ധം ഉണ്ടെങ്കിൽ എന്നോട് സംസാരിക്കണം. ഞാൻ ആ നിമിഷം നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. और मैं जो कुछ भी कहने जा रहा हूँ वो वैसे ही है, तो अनम्यूट करके उस वक्त बताना, बाद में नहीं, तभी बताना. उसी वक्त मैं आपके लिए प्रार्थना करूंगा. जितने लोग वीडियो में आ सकते हैं, वीडियो में आइए. Come on, ദൈവാത്മാവ് നിങ്ങളെ ലൊക്കേറ്റ് ചെയ്യുന്നു.
परमेश्वर की आत्मा आपको देख रही है, लोकेट कर रही है। പ്രാർത്ഥിച്ച് എല്ലാ ദൈവമക്കളും പ്രാർത്ഥിച്ചേ. सभी लोग प्रार्थना करते रहे। ഉടഞ്ഞുപോയ പാത്രത്തെ പണിയുന്നൊരു ദൈവമുണ്ട്. और टूटा हुआ बर्तन को जो है बनाने वाला एक परमेश्वर है। ഒലീവ് എന്ന് പറയുന്ന ഡിവൈസിലിരിക്കുന്ന കർത്താവിന്റെ ദാസി എന്നെ കേൾക്കുന്നുണ്ടോ? और ओलीव जो है, क्या आप सुन रहे हैं? കർത്താവിനോട് പറയുന്നു, കഴിഞ്ഞ നാളുകളിൽ നീ പോയ ചില പ്രതിസന്ധികളെ ദൈവാത്മാവ് ദർശിക്കുന്നു. और पिछले दिनों में आप गए हुए कुछ समस्याओं को परमेश्वर की आत्मा दर्शा रही है। ആമേൻ. ചില ഡിപ്രഷന്റേതായ സ്റ്റേജുകൾ, ആമേൻ, എനിക്ക് ജീവിക്കേണ്ടെന്ന് തോന്നുന്ന നിലകളിൽ നിന്റെ ജീവിതത്തിൽ ചില കാറ്റ് പോലെ ആഞ്ഞടിച്ച് പരിശുദ്ധാത്മാവിനെ കാണിക്കുന്നു. पवित्र आत्मा मुझे दिखा रही है कि आपके जीवन में एक डिप्रेशन का स्टेज था, मुझे जीना नहीं है, ऐसा एक हालेलुया एक समय था, ऐसा शत्रु की एक हवा आपके जीवन में आया था। പക്ഷെ പത്രോസിന് വേണ്ടി യേശു പ്രാർത്ഥിച്ചതുപോലെ കർത്താവ് നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചെന്നും, ആമേൻ, നിന്നെ പാറ്റിക്കളയാൻ അനുമതി കൊടുത്തില്ലെന്നും ദൈവാത്മാവ് ഈ രാത്രി ദൂത് നിന്നോട് പറയുന്നു. और परमेश्वर की आत्मा कह रही कि जिस समान पतरस के लिए यीशु मसीह ने प्रार्थना किया, उसी समान जो है परमेश्वर ने, यीशु मसीह ने आपके लिए प्रार्थना किया ताकि शैतान आपको झपटे नहीं। ഇന്ന് രാത്രി ഒരുങ്ങിയിരുന്നോ? ദൈവാത്മാ പറയുന്നു, നിന്റെ സമയം വരാൻ പോകുക. അനേക ഡിപ്രഷനിലൂടെ പോകുന്നവരെ ധൈര്യപ്പെടുത്തി ഇറക്കത്തക്കവണ്ണം നിന്നിൽ ദൈവം ഒരു ശുശ്രൂഷ നൽകുന്നു. और आज रात को परमेश्वर की आत्मा कह रही है कि आप तैयार हो जाओ। बहुत सारे लोग जो डिप्रेशन में, उन्हें बाहर लेके आने के लिए, उन्हें हिम्मत देने के लिए परमेश्वर की आत्मा आपको तैयार कर रहा है। आप बाहर आ जाओ। ആമേൻ. ഗിദെയോനെ പുറത്തെടുത്തതുപോലെ ദൈവാത്മാവ് പറയുന്നു, ഒരെവത്തപ്പം പോലെ ആത്മാവ് നിന്നെ കൈകളിലെടുക്കാൻ പോകുക. ഈ ശക്തി എനിക്ക് എവിടെ നിന്ന് ലഭിച്ചു എന്ന് നീ ചോദിക്കുന്ന നിലകളിൽ ദൈവപ്രവൃത്തി നിന്റെ മേലുണ്ടാകും. गिदेओन को जैसे बाहर लेके आया, उसके हाथ में जो रोटी जिस समान दिया, वैसे ही परमेश्वर जो है आपको उनके हाथों में लेकर इस्तेमाल करेंगे और आप ये कहेंगे कि इतनी ताकत मुझ में कहां से आई। വൈഡപ്രബല കർത്താവേ, നിന്റെ മകളെ ഞാൻ ഇന്ന് രാത്രി ബ്ലെസ് ചെയ്യാണ്. परमेश्वर में उस बहन को मैं आशीष करता हूँ। ഭയങ്കരമായ ദൈവശക്തി വ്യാപരിക്കട്ടെ. बड़ा परमेश्वर का सामर्थ उन पर उंडेला जाए। പ്രാർത്ഥിച്ച് എല്ലാ ദൈവമക്കളും പ്രാർത്ഥിച്ച് നിങ്ങളുടെ ശബ്ദം ഉയർന്നു കേൾക്കട്ടെ. और सभी लोग प्रार्थना करते रहे, आपका आवाज को ऊंचा करे। റീനാസാജുവിനെ ദൈവാത്മാവ് സ്പർശിക്കുന്നു. रीना जो सिस्टर को परमेश्वर की आत्मा स्पर्श कर रही है। ദൈവാത്മാവ് എന്നെ കാണിക്കുന്നു, നിന്റെ ഒരു ചെവിയുടെ മേൽ ദൈവത്തിന്റെ കരം ഇരിക്കുന്നു. परमेश्वर की आत्मा मुझे दिखा रही है, आपके एक कान में जो है प्रभु का हाथ है। ആമേൻ. ചെവിക്കകത്ത് ദൈവാത്മാവ് ഒരു സൗഖ്യം വെളിപ്പെടുത്താൻ പോകുന്നു. और कान के अंदर जो है परमेश्वर की आत्मा चंगाई दे रहे हैं। എന്റെ കാഴ്ച ശരിയാണെങ്കിൽ ഇന്ന് രാത്രി അസാധാരണമായ ഒരു സൗഖ്യം കർത്താവിന്റെ ദാസിയുമായി ബന്ധപ്പെട്ട് ഈ രാത്രിയിൽ പരിശുദ്ധാത്മാവ് ചെയ്തെടുക്കും. यदि मैं जो देख रहा हूँ सही है, तो कान से जुड़े हुए कुछ चीज का परमेश्वर आज रात को एक बड़ा असाधारण रीति से डिलीवरेंस दे रहा है। പ്രാർത്ഥിച്ചോ ദൈവമക്കൾ, പ്രാർത്ഥിച്ചോ. ദൈവകൃപ നിങ്ങളുടെ മേലേക്ക് ജ്വലിക്കുക. और सभी लोग प्रार्थना करते रहे, परमेश्वर का कृपा आपके ऊपर परमेश्वर उंडेल रहा है। അവൻ നിന്ദിക്കപ്പെട്ട വിഷയത്തിന്റെ മേൽ റീനാ സാജു മാനിക്കപ്പെടാൻ പോകുന്നു. और जिस बात पर आप निंदित हुए रीना सिस्टर, परमेश्वर आपको आदर करने वाले हैं। ദൈവാത്മാവ് എന്നെ കാണിക്കുന്നു, മുന്നോട്ട് 4 സ്റ്റെപ്പ് വെക്കുമ്പോ വലിച്ച് താഴെ ഇടാൻ ചില ആൾക്കാർ നിൽക്കുന്ന ദൈവാത്മാവിനെ കാണിക്കുന്നു. परमेश्वर की आत्मा मुझे दिखा रही है कि आगे बढ़ने के लिए 4 स्टेप रखते हो, तो कुछ लोग आपको नीचे गिराने के लिए जो है देख रहे, कोशिश कर रहे हैं। എന്നാൽ ശിംശോനെ കെട്ടിവെച്ച കയറുകളെ ശിംശോൻ അഴിച്ച ആത്മാവിൽ മുന്നേറിയതുപോലെ ഈ നാളുകളിൽ ചിലതിനെ തകർത്തുവാരി ദൈവാത്മാവിൽ മുന്നേറുവാൻ ആത്മാവ് നിന്നെ നിയോഗിക്കുന്നു എന്ന് പരിശുദ്ധാത്മാവ് ആലോചന പറയുന്നു. और सिमसोन के ऊपर जो शक्ति उंडेला गया, उससे उसने रस्सियों को तोड़कर जो है कुछ विजय प्राप्त किया, उस सम्मान का अभिषेक परमेश्वर आप पर उंडेल रहा है। പ്രാർത്ഥിക്കുന്ന ഒരു ആത്മാവിൽ പ്രാർത്ഥിച്ചോ സിസ്റ്ററെ, ഭയങ്കര ദൈവശക്തി ഇറങ്ങുക. और सिस्टर आप प्रार्थना करें, एक बड़ा परमेश्वर का सामर्थ आप पर उंडेला जा रहा है। ഹല്ലേലൂയ. തെക്ക് നിന്നല്ല, കിഴക്ക് നിന്നല്ല, പടിഞ്ഞാറ് നിന്നല്ല, ഉയർച്ച വരുന്ന ദൈവത്തീന്ന. और वचन कहता है पश्चिम से नहीं, उत्तर से नहीं, पश्चिम से नहीं, दक्षिण से नहीं, पूरब से नहीं, उत्तर से जो है ऊंचाई आता है। ഷാജു പോൾ ദൈവാത്മാവിനെ കാണിക്കുന്നു, ഒരു ലാൻഡുമായി പ്രോപ്പർട്ടിയുമായി ബന്ധപ്പെട്ട് ഒരു എഗ്രിമെന്റിന് നീ തയ്യാറായിക്കോ.
ദൈവം ചിലത് നിന്നിലേക്ക് കൊണ്ടുവരാൻ പോകുന്നു. शाजू ब्रदर्स से परमेश्वर की आत्मा कह रही है लैंड प्रॉपर्टीज से जुड़े हुए कुछ एग्रीमेंट परमेश्वर आपके सामने लेकर आ रहे हैं. അവൻ ദൈവാത്മാവ് അതിനു വേണ്ടുന്ന സാഹചര്യങ്ങൾ ഒരുക്കി നൽകും. ദൈവം ചിലതിന്റെ മേൽ ദൈവത്തിന്റെ ഇടപെടലുമായി ബന്ധപ്പെട്ട് ചിലത് ഒരുക്കി നൽകുന്ന പരിശുദ്ധാത്മാവിനെ കാണിക്കുന്നു. परमेश्वर जो है इंटरवीन करके कुछ चीजों को तैयार करके आपके हाथों में दे रहे हैं. റാക്കിമന ലബ്രപ ശൽപര രകനബലബലബൗഡ. Come on, പ്രാർത്ഥിച്ചാട്ടെ. ദൈവാത്മാവ് ഇന്ന് രാത്രി ചിലരെ ആഴമായി തൊടുന്ന രാത്രിയാണ്. प्रार्थना करते रहे. आज रात को परमेश्वर बड़े सामर्थ्य से कुछ लोगों को स्पर्श कर रहे हैं. സൈന്യത്താലല്ല, ശക്തിയാലല്ല, ദൈവത്തിന്റെ ആത്മാവിനാൽ ഇന്ന് രാത്രി ദൈവാത്മാവ് ചിലരെ തൊടുകയാണ്. और ना तो सेना से ना तो बल से परमेश्वर की आत्मा के द्वारा कुछ लोगों को परमेश्वर आज स्पर्श करेंगे. സൂസൻ കെ ജോസിനെ പരിശുദ്ധാത്മാവ് തൊടുന്നു. सूसन की जो सिस्टर को परमेश्वर की आत्मा छू रही है. ഞാൻ നോക്കുമ്പോ ഈ ചങ്കിന്റെ ഭാഗത്ത് ഈ ലെങ്സിനോടും ഹാർട്ടിനോടും ബന്ധപ്പെട്ട് ദൈവത്തിന്റെ കരം ഇരിക്കുന്ന എനിക്ക് കാണാം. और मैं जब देखता हूँ छाती लंग्स और हार्ट के वहां पर परमेश्वर का हाथ देख रहा हूँ. എന്തോ ബ്രീത്തിങ്ങുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു ഡിഫിക്കൽറ്റി ഇന്ന് രാത്രി കർത്താവ് സുഖപ്പെടുത്തുമെന്ന്. കമോൺ, അതിന്റെ മേൽ ഒരു ഭയങ്കര ദൈവകൃപ പ്രിയ മാതാവിന് ഈ രാത്രി പരിശുദ്ധാത്മാവ് പകരുമെന്ന് ദൈവാത്മാവ് കാണിക്കുന്നു. और परमेश्वर की आत्मा मुझे दिखा रही है कि सांस लेने ब्रीथिंग से जुड़े हुए कुछ समस्याओं पर परमेश्वर की आत्मा छुटकारा दिला रही है. ഞാൻ നോക്കുമ്പോ നിങ്ങളുടെ രണ്ട് മുട്ടുകളുടെ മേലും ദൈവത്തിന്റെ കരം ഇരിക്കുന്നു. और मैं देख रहा हूँ कि आपके दोनों घुटने में परमेश्वर का हाथ है. ആമേൻ. ദൈവാത്മാവ് പറയുന്നു അതിനകത്തും ഇന്ന് രാത്രി വിശ്വസിക്കുമെങ്കിൽ ഭയങ്കരമായൊരു സൗഖ്യം ദൈവകൃപ പ്രിയദാസിക്ക് ലഭിക്കാൻ പോകുന്നു. और यदि विश्वास करोगे तो उसमें भी परमेश्वर एक बड़ा छुटकारा देगा करके प्रभु की आत्मा कह रही है. പത്രോസ് വെട്ടിയിട്ട കാതിനെ തിരിച്ച് കർത്താവ് പിടിപ്പിച്ചതുപോലെ തോമസ് പരിശുദ്ധാത്മ പറയുന്നു ആമേൻ ചിലത് വെട്ടിക്കളഞ്ഞതുപോലെ നിൽക്കുന്നു, ചിലത് കൈവിട്ട് കളഞ്ഞതുപോലെ നിൽക്കുന്നു. ദൈവാത്മാ പറയുന്നു ദൈവം അതിനെ ആമേൻ കോമ്പൻസേറ്റ് ചെയ്യുന്നത് പോലെ ഇന്ന് പകൽ നിന്റെ കയ്യിൽ നിന്ന് പറ്റിയ ചില അബദ്ധങ്ങളെ ദൈവാത്മാവ് ഇന്ന് രാത്രി അനുഗ്രഹത്തിന്റെ അത്ഭുതമാക്കാൻ പോകുന്നു. थॉमस ब्रदर से परमेश्वर की आत्मा कह रही है कि कुछ काट कर डाला हुआ, अलग किया हुआ, कुछ गलतियों के कारण हुआ बात को परमेश्वर कॉम्पनसेट करके उस गलती को जो है एक आशीष में बदल रहा है. ആമേൻ. സമ്പത്തുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ക്രൈസിസുകൾ ആമേൻ ദൈവാത്മാവ് ഇന്ന് രാത്രി പ്രിയദാസന്റെ ജീവിതത്തിൽ നിന്ന് ഒരു പുതുവഴി തുറന്നു മാറ്റാൻ പോകുന്നു. और आर्थिक विषय में जो क्राइसिस है परमेश्वर उसमें एक नया मार्ग लेके आ रहा है करके प्रभु की आत्मा कह रही है. ആമേൻ. നിങ്ങൾ വിശ്വസിക്കുന്നവർ പ്രാർത്ഥിച്ചോ. പ്രിയദാസനോട് ബന്ധപ്പെട്ട ആത്മാവിന്റെ കര ചലിക്കുകയാണ്. और विश्वास करने वाला प्रार्थना करे उस दास के द्वारा उस दास पर परमेश्वर का कार्य हो रहा है. ആമേൻ. തിരുവെടുത്ത് പറയുന്നു എന്നിൽ വിശ്വസിക്കന്റെ അകത്തുനിന്ന് ജീവജലത്തിന്റെ നദികൾ ഒഴുകും. वचन कहता है कि मुझ पर विश्वास करने वालों के भीतर से जीवन जल की नदियां बहेगी. പ്രാർത്ഥിച്ചാട്ടെ പ്രാർത്ഥിച്ചാട്ടെ. प्रार्थना करते रहे. പ്രാർത്ഥിച്ചു. എല്ലാവരും ആത്മാവിൽ പ്രാർത്ഥിച്ചു. आत्मा में सभी लोग प्रार्थना करते रहे. ജനപ്രഭാതി ഈ അനഘ ആ ഡിവൈസിലിരിക്കുന്ന മോള് ഇപ്പൊ കൈ ഉയർത്തിയ മോള് ദൈവത്തിന്റെ കരം നിന്റെ മേൽ ഇരിക്കുന്ന എനിക്ക് കാണാം. और अनगा सिस्टर के ऊपर परमेश्वर का हाथ है मुझे दिखाई दे रहा है. നിന്റെ ഉദരത്തിന്റെ മേൽ ദൈവത്തിന്റെ കരം ഇരിക്കുന്നു. आपके पेट में एब्डोमेन में परमेश्वर का हाथ दिख रहा है. ആമേൻ. ദൈവാത്മാ പറയുന്നു നീ ചില വിഷയങ്ങൾക്കകത്ത് ഭാരപ്പെടുന്നതിനെ ദൈവത്തിന്റെ കരം ഇന്ന് രാത്രി സുഖപ്പെടുത്തും. और आप जिस विषय में बोझ में है परमेश्वर उस विषय में चंगाई देगा. ആമേൻ. ഞാൻ കാണുന്ന കാഴ്ച ശരിയാണെങ്കിൽ നിന്നിൽ ഇന്ന് രാത്രി ഒരു ദൈവിക സൗഖ്യം ദൈവത്താൽ സംഭവിക്കും. और मैं जो देख रहा हूँ वो सही है तो आज रात को आपके जीवन में एक परमेश्वर के द्वारा छुटकारा चंगाई होगा. ഒരു കാര്യം മനസ്സിലാക്കുക, വിശ്വാസം കൂടാതെ നമുക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയത്തില്ല. ध्यान रखें कि विश्वास के बिना परमेश्वर को प्रसन्न करना अनहोना है. ഇന്ന് രാത്രി എനിക്ക് റിയലി വിടുവിക്കപ്പെടണമെന്നുള്ളത് കരം ഉയർത്തി പ്രാർത്ഥിച്ചേ.
कितने लोग चाहते हैं कि आज रात को मुझे छुटकारा चाहिए, अपने हाथों को ऊपर करके प्रार्थना करते रहे। അമ്മേ, നമ്മുടെ ഒരു പ്രശ്നം എന്താണെന്നറിയാമോ? ഈ നമ്മൾ പലപ്പോഴും പല മീറ്റിങ്ങുകളും അറ്റൻഡ് ചെയ്തിട്ട് അമേൻ ഹല്ലേലൂയ ഒന്നും നടന്നില്ലല്ലോ എന്ന് ചിന്തിക്കുന്ന ആൾക്കാരാ. हमारा पराजय ये है कि कई मीटिंग हम अटेंड करके उसमें से कुछ भलाई हुआ नहीं करके सोचने वाले लोग हैं। അമേൻ, ഞാൻ നിങ്ങളോട് പറയാം, അതൊന്നും നടക്കാതിരിക്കത്തില്ല. നിങ്ങളോട് ഒരു ദൈവദാസൻ അവൻ പറഞ്ഞ ദൂത് നിവർത്തിയാകാതിരിക്കത്തില്ല. അതിനൊരു സമയമുണ്ട്. ദൈവം അതിന്റെ അവധിക്ക് അതിനെ പൂർത്തീകരിക്കും. और मैं ये कहना चाहता हूँ कि परमेश्वर के दास के द्वारा परमेश्वर जो कुछ भी बताता है वो नहीं होगा, ऐसा नहीं है, वो परमेश्वर के समय में निश्चित होगा। ആമേൻ, നിന്റെ ജീവിതത്തെ പരിശുദ്ധാത്മാവ് ബ്ലെസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ രാത്രി ശക്തമായി പ്രാർത്ഥിച്ചാട്ടെ. और परमेश्वर आपके जीवन को आशीष करते रहा है। आज रात को आप प्रार्थना करते बैठे। ഷെറിൻ, ദൈവാത്മാ പറയുന്നു, ചില ഓപ്പറേഷനുകളെ പോലെ പിശാച് കൊണ്ടിടാൻ ശ്രമിക്കുന്ന ചിലതിനെ ക്യാൻസൽ ചെയ്യുക. और शत्रु जो है शेरिन सिस्टर को कुछ ऑपरेशन जीवन में लाने के लिए देख रहा है, लेकिन प्रभु उसे रद्द कर रहा है। ആമേൻ, ഇന്ന് രാത്രി പ്രാർത്ഥിച്ചോ, മെഡിക്കൽ റിപ്പോർട്ടുകൾ അനുകൂലമായി മാറും. आज रात को प्रार्थना करें, मेडिकल रिपोर्ट जो है आपके लिए अनुकूल होगा। ആമേൻ, ദൈവം ആമേൻ സുഖപ്പെടുത്തുന്നവരെന്നും സഹായിക്കുന്നവരെന്നും റാഫയെന്നും സാക്ഷ്യം പറയത്തക്കവണ്ണം നാവിൽ ദൈവം പുതിയ വാട്ട് തരും. और परमेश्वर चंगाई देने वाला सहायक राफा है करके आपके जुबान के द्वारा गवाही देके ऐसे गवाही देने लायक एक गीत को देगा। ഓ റാറ്റാലാബ, പ്രാർത്ഥിച്ച് ദൈവാത്മാവിൽ ശക്തമായി പ്രാർത്ഥിക്ക്. ദൈവം ചിലരെ അത്ഭുതകരമായി സുഖപ്പെടുത്തുക. और प्रार्थना करते रहे हैं, परमेश्वर कुछ लोगों को अद्भुत रीति से छुटकारा दे रहा है। ഈ വർഷ എന്ന് പറയുന്ന സിസ്റ്ററിനെ ദൈവാത്മാവ് തൊടുന്നു. वर्षा सिस्टर को परमेश्वर की आत्मा छू रही है। ആമേൻ, ദൈവാത്മാവ് എന്നെ കാണിക്കുന്നു ചില ഹോർമോണിക് ഡിസോർഡറുകൾ നിന്റെ ശരീരം വിട്ടഴിയും. और परमेश्वर की आत्मा मुझे दिखा रही है कि कुछ हार्मोन से रिलेटेड डिसऑर्डर परमेश्वर आपके शरीर से छुटकारा दे रहा है। ആമേൻ, പ്രത്യേകിച്ച് തൈറോയിഡുമായി ബന്ധപ്പെട്ട് എന്റെ കാഴ്ച ശരിയുമാണെങ്കിൽ ഷുഗറിനോട് ബാധിക്കുന്ന ഒരു വാദം ഞാൻ ദൈവാത്മാവിൽ കാണുന്നു. और यदि मैं जो देख रहा हूँ वो सही है तो थायराइड से जुड़े हुए और शुगर आपका शरीर में ब्लड शुगर को इम्पैक्ट करे, ऐसी कुछ चीजों को परमेश्वर छुटकारा दे रहा है। ഞാൻ നോക്കുമ്പോ നിന്റെ ലിവറിനോട് ബന്ധപ്പെട്ടും ദൈവത്തിന്റെ കരം ഇരിക്കുന്ന എനിക്ക് കാണാം. और मैं देखते वक्त आपकी लिवर में जो है परमेश्वर का एक स्पर्श हाथ देख रहा हूँ। ആമേൻ, ലിവർ ഫാറ്റിനോട് ബന്ധപ്പെട്ട് ഫാറ്റി ലിവറിനോട് ബന്ധപ്പെട്ട് പോരടിക്കുന്ന പോരുകളുടെ മേലും ദൈവാത്മാവ് നിന്നെ അടിമുടി ചേഞ്ച് ചെയ്യും. മറ്റൊരു ഷേപ്പിലേക്ക് ആത്മാവ് നിന്നെ മൂവ് ചെയ്യിപ്പിക്കും. और फैटी लिवर से जुड़े हुए कुछ चीजों को परमेश्वर जो है आज चंगाई देंगे। എന്തെങ്കിലും സിസ്റ്റർ പറഞ്ഞോ? പറഞ്ഞു. Praise the Lord. Yes, please Sister. pray for me. Please pray for me. ഞാൻ പറയുന്ന അങ്ങനെ ഉണ്ടോ? पास्टर साहब जो बोल रहे हैं वैसा है क्या? हाँ, मुझे थोड़ा फैटी लीवर का प्रॉब्लम हो रहा है। फैटी लीवर का प्रॉब्लम। फैटी Okay, लिवर ഉണ്ടെന്ന് പറഞ്ഞു. കർത്താവിന്റെ കരം സിസ്റ്റർ മേൽ ഇരിക്കുക. परमेश्वर का हाथ आपके ऊपर है। ഇന്ന് രാത്രി ആത്മാവ് പരിപൂർണമായ ഒരു വിടുതലിലേക്ക് കൊണ്ടുവരാൻ പോകുക. ആള് മാറാൻ പോകുക. പ്രാർത്ഥിച്ചോ. और परमेश्वर छुटकारा देगा और आप बदल गए, एक नए व्यक्ति के समान हो गए। प्रार्थना करें। പണ്ട് കണ്ടതുപോലെയല്ല, നിന്റെ ശരീരത്തിനകത്ത് സ്പിരിറ്റിനകത്ത് ഒരു കൺട്രോളിംഗ് പവറിൽ ദൈവാത്മാവ് തരും. और पहले जैसे देखते वैसा नहीं, आपके स्पिरिट में एक कंट्रोलिंग पावर प्रभु दे रहा है। ദൈവം അടിമുടി മാറ്റാൻ പോകുക. और परमेश्वर आपको पूरी रीति से बदलने पर है। ആമേൻ, ഇന്ന് രാത്രി ആ സിസ്റ്ററിലേക്ക് സൗഖ്യം ഉണ്ടാകട്ടെ. आज रात को सिस्टर के शरीर में छुटकारा होने पाए। റാഖലാബ, പ്രാർത്ഥിക്ക് ദൈവാത്മാവ് प्रार्थना करते रहे। Oh, praise the Lord, praise the Lord, praise the Lord. Hallelujah, hallelujah. Praise the Lord, praise the Lord, praise the Lord, praise the Lord. എന്നെ കൊണ്ടൊന്നും ചെയ്തെടുക്കാൻ കഴിയത്തില്ലെന്ന് ചിന്തിക്കരുത്. आप ये ना सोचे कि मुझसे मैं कुछ भी कर नहीं सकता। മേഴ്സി, ആത്മാവ് പറയുന്നു ചിലത് മുന്നിട്ട് ചെയ്യേണ്ടതുണ്ട്. और मर्सी सिस्टर से परमेश्वर की आत्मा कह रही है कि कुछ करने के लिए प्रभु आपको तैयार कर रहे हैं। എപ്പോഴും ധൈര്യം ചോർത്തിയെടുക്കുന്നത് പോലെ, സംശയിപ്പിക്കുന്നത് പോലെ, പിന്നോട്ട് വലിക്കുന്നത് പോലെ ചില ഫീലിങ്സുകളെ ദൈവാത്മാവിനെ കാണിക്കുന്നു. और परमेश्वर की आत्मा मुझे दिखा रहे, कभी कभी आपको शक होता है और धीरज जो है कम हो जाता है, पीछे की ओर जो है शत्रु ले चलती है। ഈ തലമുറകളോട് ബന്ധപ്പെട്ട് ഭാരം, ആമേൻ, ആ ഭാരം വല്ലാതെ പിണഞ്ഞു പിടിക്കുന്നത് ദൈവാത്മാവിനെ കാണിക്കുന്നു.
और परमेश्वर की आत्मा मुझे दिखा रही कि संतानों के विषय में आप बहुत बोझ में हैं। ആമേൻ. പക്ഷെ കർത്താവ് എന്നോട് പറയുവോ, വേലക്കാരനെ വയലിലിറക്കുന്ന ദൈവം വേലയ്ക്ക് വേണ്ടി നിന്നോ. ദൈവാത്മ പറയുന്നു, ഒരു സൈഡിൽ മുന്നേ രാജ്യോതീതി അന്വേഷിച്ചാൽ അതോടുകൂടെ സകലതും നൽകാതിരിക്കത്തില്ല കേട്ടോ. और परमेश्वर की आत्मा कह रही कि सेवा करने के लिए खेत में बुलाया है, तो हालेलुया परमेश्वर का राज्य और धार्मिकता को पहले खोजे, क्योंकि उसके साथ परमेश्वर निश्चित सब कुछ देगा। ചിലര് വിശ്വാസത്തിൽ പുറകെ വരും. कुछ लोग विश्वास में पीछे आएंगे, വീട്ടിൽ നിന്ന് ചിലതിനെ ദൈവം പുറത്തെടുക്കും. कुछ को घरों से बाहर लेके आएंगे, ചില നിന്നയുടെ മൂടുപടം ദൈവാത്മാവ് മാറ്റിത്തരും. कुछ निंदाओं को परमेश्वर आपके जीवन से दूर करेंगे। ആമേൻ. ഈ പാരമ്പര്യമയങ്ങളുമായി ബന്ധപ്പെട്ട് പോരടിക്കുന്ന ചില പോരുകളെ പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി ക്യാൻസൽ ചെയ്യുന്നു. और परंपरा से कुछ बंधन जो है आपके जीवन से परमेश्वर की आत्मा जो है कैंसिल कर रही है। ആമേൻ. ദൈവാത്മാവ് പറയുന്നു, കലത്തിലെ മാവ് കുറയത്തില്ല, കലശത്തിലെ എണ്ണ തീർന്നു പോകത്തില്ല. परमेश्वर की आत्मा कह रही है कि आपका जो है फ्लोर जो है बर्तन में हालेलुया वो कम नहीं होगा, और तेल जो है वो कम नहीं होगा। ഹല്ലേലൂയ. എന്റെ ദൈവം അത്ഭുതങ്ങളുടെ ദൈവമാ. मेरा परमेश्वर अद्भुत करने वाला परमेश्वर है। എന്റെ ദൈവം അത്ഭുതങ്ങളുടെ ദൈവമാ. मेरा परमेश्वर अद्भुत करने वाला परमेश्वर है। ഇന്ന് രാത്രി ഫൈബ്രോയിഡുകൾ അപ്രത്യക്ഷമാകട്ടെ. आज रात को फाइब्रोइड जो है अप्रत्यक्ष होने पाए। ആമേൻ. അനു ബാബു അസ്ന ആ ഡിവൈസിൽ ഇരിക്കുന്നവരിൽ എന്തോ അത്ഭുതം നടക്കുന്നു. अनु सिस्टर और जो असना, उनके जीवन में कुछ परमेश्वर अद्भुत कर रहे हैं। ആമേൻ. ചിലതെല്ലാം നിന്റെ ശരീരത്തിൽ നിന്ന് അപ്രത്യക്ഷമാകും. कुछ आपके शरीर से जो है गुम हो जाएंगे। ആമേൻ. പിശാച് കുടുക്കാൻ വെച്ചത് ഇന്ന് രാത്രി ആ കുടുക്കഴിയും. और शत्रु जो है उलझन में जो डालने के लिए देखा, वो परमेश्वर जो है खोल रहा है। ചില ആത്മാക്കളെ വലയിട്ട് പിടിക്കാൻ തയ്യാറായിക്കോ. ദൈവാത്മാവ് പത്രോസിന് ആമേൻ മീനെ പിടിക്കാൻ അഭിഷേകം ചെയ്ത പോലെ ദൈവാത്മാവ് അഭിഷേകം ചെയ്യുക. और कुछ आत्माओं को पकड़ने के लिए परमेश्वर आपको अभिषेक करेगा। जिस समान पत्रोस को मछलियां पकड़ने के लिए अभिषेक के, उस समान आपको अभिषेक करेगा। ഈ വീടിനകത്തൊരു പ്രയർ ദൈവാത്മാവിനെ കാണിക്കുന്നു. വീടിനകത്തൊരു പ്രയർ. आपके घर में एक प्रार्थना दिखा रहा है, ആമേൻ. അതിൽ അനേകരെ സ്പർശിക്കുന്ന ദൈവാത്മാവിനെ കാണിക്കുന്നു. और उसमें जो है परमेश्वर बहुत लोगों को छू रहे करके ऐसे दिखा रहा है। ദൈവാത്മാവിന്റെ ഒരു പ്രവൃത്തി വീടുമായി ബന്ധപ്പെട്ട് ദൈവാത്മാവ് ചെയ്തെടുക്കാൻ പോകുന്നു. और परमेश्वर का एक कार्य आपके घर से जुड़कर जो है परमेश्वर ये दिनों में करेंगे। ആമേൻ. ആ കരങ്ങളെ ഉയർത്തിപ്പിടിച്ച് ഞാൻ നിങ്ങളെ പ്രാർത്ഥിച്ച് ഇന്ന് രാത്രി അനുഗ്രഹിക്കുക. और हाथों को उठाए परमेश्वर, मैं आज आपके लिए प्रार्थना करके आशीष दूंगा। ഈ പ്രവീൺ പവർ प्रवीण ब्रदर से അതൊന്ന് അൺമ്യൂട്ട് ചെയ്തിട്ട് മാരേജ് കഴിഞ്ഞാണോ ഒന്ന് പറഞ്ഞാട്ടെ എന്നോട്. प्रवीण ब्रदर, आपका शादी हुआ है क्या? കഴിഞ്ഞതാ പാസ് പ്രാർത്ഥിക്കാൻ പോവാ. प्रार्थना कर रहे हैं। ഈ ശത്രു സമാധാനം എടുത്തു കളയുന്ന പോലെ ചില അന്തരീക്ഷങ്ങൾ വ്യാപരിക്കുന്നു. शत्रु जो है शांति को भ्रष्ट करने का एक वातावरण ला रहा है। പക്ഷെ കർത്താവിനോട് പറയുന്നു, ആ ക്ലൈമറ്റ് ദൈവം പൊട്ടിക്കാൻ പോവാ. परमेश्वर कह रहा है कि वो वातावरण को परमेश्वर जो है तोड़ डालेंगे। ആമേൻ. ദൈവം ചില സ്ട്രെസ്സിൽ നിന്നും സ്ട്രെയിനിൽ നിന്നും ദൈവാത്മാവ് വിടുവിക്കാൻ പോവാ. कुछ स्ट्रेस से, तनाव से परमेश्वर आपको छुटकारा दे रहा है। ജോലിയോട് ബന്ധപ്പെട്ട് ദൈവത്തിന്റെ കരം ഉണ്ടാവും. और आपकी नौकरी से जुड़े परमेश्वर का एक हाथ उस पर होगा। ഈ മൊർദെഖായിക്ക് ഹാമാൻ എഴുന്നേറ്റ് നിന്ന പോലെ ചിലത് നിനക്കെതിരെ എഴുന്നേറ്റ് നിൽക്കുന്നത് കാണിക്കുന്നു. और परमेश्वर की आत्मा मुझे दिखा रही है कि जैसे मोर्देकाई के विरोध में हामान उठा, उस समान कुछ लोग आपके विरोध उठे हैं। ആമേൻ. അതിൽ നിന്ന് ദൈവം ഒരു വിടുതൽ തരും, ഒരു വിമോചനം തരും. ഈ 2026 7ാം മാസം ജൂൺ ജൂൺ 7ാം മാസം ദൈവാത്മാ പറയുന്ന ഒരു വലിയ വ്യത്യാസം തരാൻ പോകുക. और एक परमेश्वर एक छुटकारा देगा 2026 ജൂൺ ജൂലൈ മാസത്തോട്. जून जुलाई महीने में एक परमेश्वर का कार्य होगा। ആമേൻ. ദൈവാത്മാവ് ഒരു വ്യത്യാസം തരാൻ പോകുകയാണ്. परमेश्वर की आत्मा एक बदलावट देगा। ചില പ്രമോഷനുകൾ നീ പ്രാപിക്കും. कुछ प्रमोशन परमेश्वर आपको देंगे। വിദേശത്തോട് ബന്ധപ്പെട്ട് യാത്രകൾ നിനക്ക് വരും. और विदेश जाने के लिए कुछ यात्रा प्रभु तैयार करके देंगे। മാനിക്കും. യോസഫിനെ മാനിച്ചതുപോലെ ഈ കുടുംബത്തിനകത്ത് ചില നിന്ദകൾ കിടക്കുന്നുണ്ടല്ലോ.
और परमेश्वर यूसुफ को जैसे आदर के उस समान आदर करेंगे, आपके परिवार में कुछ निंदा का अनुभव है करके बोल रहे हैं। നീ അവർക്ക് അപ്പമായി തീരും, നീ അവർക്ക് ആഹാരം കൊടുക്കുന്നവനായി തീരും. और Hallelujah. Yes. भवन के भीतर जो निंदा है, आप उनके लिए भोजन रोटी देख सके, ऐसा परमेश्वर आपको आदर करेंगे। ദേരിബിയാം Hallelujah. റഖലബ 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 കേൾക്കമന ഈ പാസ്റ്റർ ബാബു കുര്യാക്കോസ് पास्टर बाबू पास्टर अंकल से परमेश्वर की आत्मा कह रही है, കർത്താവിന്റെ ചലനം കർത്താവിന്റെ ദാസ നിങ്ങളുടെ മേലേക്ക് സംഭവിക്കുന്നു. परमेश्वर का एक कार्य आपके ऊपर हो रहा है। എന്റെ കാഴ്ച എനിക്ക് ക്ലാരിറ്റി ഇല്ല എങ്കിലും ഞാൻ പറയുക, കർത്താവിന്റെ ദാസ ഈ അസ്ഥികളോട് ബന്ധപ്പെട്ട് ദൈവത്തിന്റെ ഒരു കരുണ വ്യാപരിക്കാൻ പോവുകയാണ്. मैं बराबर देख नहीं पा रहा, लेकिन मैं जो देख रहा हूँ सही है, तो हड्डियों से जुड़े एक छुटकारा प्रभु दे रहा है। അമേൻ. ഈ അസ്ഥികളോട് ബാധിക്കുന്ന വേദനകൾ, ഈ അസ്ഥികളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ചില പ്രതിസന്ധികൾ ശത്രു മുന്നിലേക്ക് ഇടുമ്പോ ദൈവാത്മ പറയുന്നു, അതിനെ തകർത്ത് മുന്നേറുന്ന നിലകളിൽ ഒരു ദൈവകൃപ, ദൈവാത്മാവ് അസ്ഥികളുടെ മേൽ പകരാൻ പോകുക. और हड्डियों में दर्द है, लेकिन उससे नाश करके आगे बढ़ने के लिए परमेश्वर का एक कृपा आपके ऊपर प्रभु देने वाला है। പ്രായത്തെ വെല്ലുന്ന ഒരു ദൈവശക്തി പ്രിയദാസിലേക്ക് ചലിക്കാൻ പോകുന്നു. और उम्र को जो है उस पर जय पाने वाला एक परमेश्वर का शक्ति प्रभु आप पर देगा। ഒരു ടീം സെറ്റ് ആവും കേട്ടോ. एक टीम परमेश्वर सेट करके देगा, അതിനെ വേഗത്തിൽ സെറ്റ് ചെയ്യും ദൈവാത്മാവ്. वो जल्दी से परमेश्वर सेट करके देगा। ആമേൻ. എന്നെ കർത്താവ് കാണിക്കുന്നത് ശിംശോനെ. मुझे परमेश्वर की आत्मा दिखा रहा है एक शिमशोन को। ആമേൻ. 12 കുറുക്കന്മാരെ വാലോട് വാല് ചേർത്ത് കെട്ടിവെച്ച് 12 जो है फॉक्स को उसने जो है अपने पूंछ से जैसा बांधा। ആമേൻ. അതിന്റെ നടുവിൽ തീപ്പന്തം വെച്ച് ഫെലിസ്ത്യ പാളയത്തിലേക്ക് തീ കൊളുത്തി വിട്ട ആത്മാവിന്റെ ബുദ്ധി, और उसके पूंछ पे आग डाल के फिलिस्ती के खेत में छोड़ा, वैसा आत्मा का बुद्धि। ഇന്ന് രാത്രി അങ്ങനെ ചില ടീച്ചിങ്സുകളും മർമ്മങ്ങളും ദൈവാത്മാവ് ഈ ദിവസങ്ങളിൽ തരും. മിണ്ടാതിരിക്കരുത് ആത്മാവ് ദൂത് പറയുന്നു. और वैसे कुछ टीचिंग मर्म परमेश्वर की आत्मा आपको प्रकट करके देंगे, इसके लिए आप चुप नहीं रहना करके प्रभु की आत्मा कह रही है। ആമേൻ. അതരജനകൽക്കമന പ്രാർത്ഥിച്ചോ. ഭയങ്കര ദൈവശക്തി അടിക്കുന്നു. और प्रार्थना करते, बड़ा परमेश्वर का सामर्थ्य यहाँ पर प्रकट हो रहा, प्रार्थना करते रहे। കർത്താവ് ഇന്ന് രാത്രി മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുന്ന സകലരെ ഞാൻ ബ്ലെസ് ചെയ്യാണ്. परमेश्वर आज रात को मीटिंग अटेंड करने वाला हर एक को मैं आशीष कर रहा हूँ। കർത്താവേ, എനിക്ക് തന്ന കൃപയ്ക്കൊത്തവണ്ണം ഞാൻ നിന്റെ മക്കളെ ശുശ്രൂഷിച്ചു. और परमेश्वर जो कृपा आपने मुझे दिया, उस समान मैंने सेवा यहाँ पर किया है। ദൈവമേ, അവിടുത്തെ വലിയ ധേയം ഉണ്ടാകണം. और आपका एक बड़ा दया यहाँ पर होने पाए। ഈ നിമിഷം ദൈവം സഹായിക്കണം ജനത്തെ. और ये निमिष जो है इन लोगों को प्रभु सहायता करे। കർത്താവേ, അങ്ങയുടെ മാന്യത ഇവർക്ക് കൊടുക്കണം. आपकी आदर जो है इन्हें देना। ഹല്ലേലൂയ. നിങ്ങൾ എല്ലാവരും കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് ഒരു നിമിഷം ദൈവത്തോട് സംസാരിക്കാം. ഒരു നിമിഷം ദൈവം ആരെയൊക്കെയോ ദൈവത്തിൽ തുടരണമെന്ന് ആഗ്രഹമുണ്ട് ഇതിനകത്ത്. हाथ उठाकर जो है परमेश्वर से प्रार्थना करते रहे, प्रभु कुछ लोगों को छूना चाहते हैं। ഈ ബ്ലീഡിങ്ങുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ചില വിഷയങ്ങളുടെ മേൽ ഇപ്പോൾ കരം ചലിക്കുന്നു. ब्लीडिंग से जुड़े हुए कुछ विषय में परमेश्वर का हाथ स्पर्श हो रहा है। ആമേൻ. അങ്ങനെയുള്ളവര് കരം വെച്ച് പ്രാർത്ഥിച്ചോ, ഈ നിമിഷ സൗഖ്യം ഉണ്ടാവും. और जिन लोगों को ये अनुभव है, आप हाथ अपने शरीर पे रखे, प्रार्थना करें, इसी वक्त प्रभु छुटकारा देंगे। വൈഡക്കമന റഗൽകുമ ശങ്കല ധനച്ചന അർദ്ധന അന്യഭാഷകളിൽ പ്രാർത്ഥിച്ച് ദേരേ ജന പ്രബല अन्य भाषाओं में प्रार्थना करते रहे। Koboro, 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 rekolo, librantala, librantala, ribalabara. ഈ തങ്കം പരിശുദ്ധാത്മാവിനോട് പറയുന്നു, തങ്കത്തെ ദൈവം തൊടുന്നു. ജോയിന്റ് പെയിനുകൾ അപ്രത്യക്ഷമാകട്ടെ. और तंगम सिस्टर को परमेश्वर की आत्मा जो स्पर्श करी, जॉइंट पेन्स प्रभु दूर कर रहे। അമേൻ. എനിക്ക് ഈ കാണാം കൈയുടെ കുഴ, കാലിന്റെ കുഴ. അമേൻ. ഈ ആംഗിൾസ് അങ്ങനെ ഉണ്ടോ? അങ്ങനെ ഉണ്ടെങ്കിൽ ഉണ്ടെന്ന് പറഞ്ഞേ. ഉണ്ട് പാസ്റ്റർ. ജോയിന്റ് ഫുള്ള് വേദന, എല്ലാ ജോയിന്റ്സും വേദനയാണ്. ജോയിന്റിനോട് ബന്ധപ്പെട്ട് പരിശുദ്ധാത്മ വ്യക്തമായി പറയുന്നു, ജോയിന്റിനോട് ബന്ധപ്പെട്ട് നിൽക്കുന്ന പെയിനുകളെ ആത്മാവ് ഇന്ന് രാത്രി കുടഞ്ഞു മാറ്റുക. और जॉइंट से जुड़े हुए हर एक दर्द को आत्मा इस रात को चंगा कर रहे।
പ്രായമായിട്ടല്ലേ, പ്രായമാകുമ്പോ എല്ലാവർക്കും വേദനയൊക്കെ വരുന്നല്ലേ പാസ്റ്ററെ എന്ന് ചിന്തിച്ചിരിക്കുന്ന നിനക്ക് സൗഖ്യം ഉണ്ടാകത്തില്ല, ഞങ്ങൾക്ക് സൗഖ്യം വേണം. और उम्र होता है तो ये दर्द होता है करके ऐसे सोचने वालों को चंगाई नहीं होगा, प्रभु चंगा करेगा करके विश्वास करे तो आपके जीवन में चंगाई मिलेगा। കാലേബിനെ കുറിച്ച് പറയുന്നു അവന് പുറപ്പെട്ട നാളിലെ ബലം ഉണ്ടായിരുന്നു. और परमेश्वर कहता है दाऊद के विषय में, जब भी वो निकला और उसमें एक बल धारण हुआ, കാലേബ് सॉरी कालेब के विषय में परमेश्वर की आत्मा कहती है जब वो बाहर निकला उस वक्त परमेश्वर ने उसे बलवंत किया। ഞാൻ ഇന്ന് രാത്രി തങ്കത്തെ നോക്കി കൽപ്പിക്കുന്നു, ദൈവാത്മാവ മാതാവിനെ ഇപ്പോൾ സുഖപ്പെടുത്തുകയാണ്, കുടഞ്ഞു കളയുക. और मैं उस तंगम आंटी के लिए प्रार्थना कर रहा हूँ, परमेश्वर उन्हें इस वक्त छुटकारा दे रहे हैं। ആ കാലിന്റെ ഉപ്പൂറ്റിയോട് ബന്ധപ്പെട്ട് ഇങ്ങനെ ഇങ്ങനെ ആന്റി ഒന്ന് കാലൊന്ന് കറക്കിക്കേ, ആംഗിൾ കറക്കിക്കേ, ജോയിന്റുകളൊക്കെ ഒന്ന് കറക്കി, വിശ്വാസത ചെയ്തേ. കണ്ണി विश्वास തേച്ചിട്ട യേശു കഴുകാൻ പറഞ്ഞു. ഓ, विश्वास के साथ पैर को हिलाइए आंटी। കണ്ണിൽ തുപ്പല് തേച്ചിട്ട് ചെളിയിൽ തുപ്പല് കുഴച്ച് തേച്ച് കണ്ണിൽ തേച്ചിട്ട കർത്താവ് പറഞ്ഞു, ചേറുണ്ടാക്കിയിട്ട് പറഞ്ഞത് പോയി കഴുകിക്കോളാൻ. और यीशु मसीह ने जब चंगाई देना चाहा तो मिट्टी में जो है थूक कर उसे जो है आंखों में लगाया और कहा कि जाके धो करके। എനിക്കത് വേണോന്ന് പറയുന്ന എത്ര പേരുണ്ട്? എനിക്ക് ഈ സൗഖ്യം ഇന്ന് രാത്രി കിട്ടിയേ പറ്റത്തുള്ളൂ. और कितने लोग ये कहेंगे आज रात को मुझे छुटकारा चाहिए ही चाहिए। ആമേൻ. കഹ ഒരു രക്തസ്രാവം പിടിച്ചവൾ 18 വർഷം ഡോക്ടർമാർക്ക് മരുന്ന് പൈസ കൊടുത്തിട്ട് ഒന്നും ആയില്ല. हम देखते हैं कि लहू बहने वाली स्त्री जो है कई वर्षों तक लहू बहा, डॉक्टर के पास पैसा दिया लेकिन छुटकारा नहीं मिला। അമ്മേ ഇപ്പൊ നിങ്ങൾ നോക്കണം, ചിലതിനൊക്കെ പൈസ കൊടുത്തിട്ടൊന്നും കാര്യമില്ല. और अभी आप समझना कि कुछ चीजों को मैं पैसा देकर कुछ मतलब नहीं है। ഇവളുണ്ടല്ലോ വിശ്വാസം വന്നപ്പം യേശുവിനെ ഓടിച്ചെന്ന് തൊട്ടുന്ന വചനത്തിൽ എഴുതിയിരിക്കുന്നത്. वचन कहता है कि जब इस स्त्री पर विश्वास आया वो दौड़कर जाके यीशु को स्पर्श किया है। പാസ്റ്റർ ബിനു ജോൺ ഈ ദിവസങ്ങളിൽ ഉണർന്ന് പ്രാർത്ഥിച്ചു. ദൈവാത്മാവ് പറയുന്നു വസ്ത്രത്തിനകത്ത് പോലും അഭിഷേകത്തിന്റെ ഗന്ധം. पास्टर बिनी जॉन से परमेश्वर की आत्मा कह रही है दिनों में प्रार्थना करें, वस्त्र में भी अभिषेक का एक गंध। ഓ, പ്രാപിക്കുക. ആത്മാവ് പറയുന്നു ശക്തമായി ദൈവം കണ്ട ഒരു മാനപാത്രമാ. और परमेश्वर की आत्मा कह रही है प्राप्त करे बड़े सामर्थ्य से कार्य करने वाला एक पात्र है। അമേൻ. ഈ വടികുത്തി വരുന്നതിനെ എഴുന്നേൽപ്പിക്കുക ഒരു കൃപ ദൈവം തന്നിട്ടുണ്ട്. छड़ी से आने वालों को जो है खड़ा करने के लिए एक कृपा वरदान आपको दिया है। അമേ ദൈവം അങ്ങനെ ഉപയോഗിക്കാൻ പോകുന്നു. ആത്മാവ് ശക്തിയോടെ നിന്റെ ദാസന്റെ മേൽ പ്രവർത്തിക്കാൻ പോകുന്നു. और परमेश्वर उसी समान आपको उपयोग करना चाहता है, आपको इस्तेमाल करना चाहता है। Come on, പ്രാർത്ഥിക്കുക. എനിക്ക് ആരോടൊക്കെയോ എന്തോ സംസാരിക്കാൻ തോന്നുന്നു. और प्रार्थना करते रहे, कुछ लोगों से परमेश्वर की आत्मा बात करना चाहता है। എന്റെ സ്പിരിറ്റിനെ ബബിൾ ചെയ്തുകൊണ്ടിരിക്കും ആരെയോ ലൊക്കേറ്റ് ചെയ്യാൻ വേണ്ടി. और मेरे स्पिरिट की आत्मा जो है बबल्स जैसा समान हो रहा है कुछ लोगों से बात करने के लिए। അന്യഭാഷയെ പ്രാർത്ഥിച്ച अन्य भाषाओं में प्रार्थना करते रहे, अन्य भाषा में प्रार्थना करते रहे। ആമേൻ. ദൈവത്തെ ചെയ്യാൻ അനുവദിക്കുക. और परमेश्वर को कार्य करने के लिए अनुमति दे। ദൈവത്തെ ചെയ്യാൻ അനുവദിക്കുക. और परमेश्वर को कार्य करने के लिए अनुमति दे। ശംഖനാദന റിഗലബലബൗഡ റിഗലബൗഡ റിഗൽകമന റിബൽ പ്രൗഡ റിബാന ശഗന ദിനബല ജുഡലബദുന ബൗഷ റിഗനബൗഡ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. താങ്ക് യു ലോർഡ്. കർത്താവേ ഇന്ന് രാത്രി അങ്ങ് ചെയ്ത അത്ഭുതങ്ങൾക്കായി നന്ദി. प्रभु आज रात को आपने किया वो अद्भुत कार्य के लिए धन्यवाद। ഈ ഷൈനി വർഗീസ് എന്ന് പറയുന്ന ഡിവൈസിൽ ഇരിക്കുന്ന, എനിക്ക് തോന്നുന്നത് വർഗീസ് എന്ന് പറഞ്ഞ ആളായിരിക്കും. അദ്ദേഹത്തിന് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ? ഒന്ന് അൺമ്യൂട്ട് ചെയ്തിട്ട് എന്നോട് പറയാമോ? എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ അദ്ദേഹത്തിന്? ഉണ്ടെങ്കിൽ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ? പ്രാർത്ഥിക്കേണ്ടതുണ്ടോ? शाइनी आंटी कुछ प्रार्थना करने का विषय है तो अनम्यूट करके बताइए। സാമ്പത്തികമായി തകർന്ന് അഭിഷേകം ദൈവം തന്നു പ്രാർത്ഥിക്കുന്നുണ്ട്. കുഞ്ഞിന് വിദ്യാഭ്യാസമുണ്ട്, ജോലിയൊന്നുമായി എനിക്ക് ക്യാൻസർ ആയിരുന്നു. അതെന്താ പറഞ്ഞതെന്ന് എനിക്കൊന്ന് പറഞ്ഞുതരാമോ? ഷൈനി ആന്റി അത് തിരിഞ്ഞില്ല, ഒന്ന് പറയാമോ? എന്താ പറഞ്ഞത്?
പ്രൈസലോ ഞാൻ പറയാം. അപ്പൊ ഞാൻ പറയട്ടെ. हाँ പറഞ്ഞോ. യെസ്. നമ്മുടെ ഒരു സഹോദരനാണ്, നെയ്ബറാണ്, ക്യാൻസർ രോഗത്താൽ കീമോ ചെയ്ത ഒരു സഹോദരനാണ്. അത് ഇപ്പം കർത്താവ് സൗഖ്യമാക്കി. പിന്നെ സാമ്പത്തികമായ വലിയ ബാധ്യതയാൽ കഴിയുകയാണ്. മകൻ MSW പാസ്സായി, ജോലിയൊന്നുമില്ലാതെ ഭാരപ്പെടുന്നു. അങ്ങനെ സാമ്പത്തികമായി വളരെ ബുദ്ധിമുട്ടും, മകന് ജോലിയില്ലാതെ ഭാരപ്പെടുന്നു. ഭാര്യ സഹോദരിയുടെ കാലിന് മുട്ടിന് ഭയങ്കര വേദനയാ, നടക്കുന്നത് തന്നെ വളരെ ബുദ്ധിമുട്ടിയാ. അങ്ങനെയുള്ള ഒരു സാമ്പത്തിക ക്രൈസാണ് അവർക്ക് ഏറ്റവും വലിയ ബുദ്ധിമുട്ട്. ശക്തനായ ഒരു സുവിശേഷകനുമാണ്. കരങ്ങൾ ഉയർത്തിക്കോ, നമ്മൾ ഒരുമിച്ച് സഭ എല്ലാ ദൈവമക്കളും കരം ഉയർത്തിക്കേ. सभी लोग अपने हाथों को उठाए. രാത്രി പറഞ്ഞ വിഷയത്തിന്റെ മേൽ നീക്കുപോക്ക് വരുത്തും. और आज बताया हुआ विषय में परमेश्वर एक छुटकारा देने पर है. പൊന്നും മൂരും കുന്തുരുക്കവും ചുമന്ന് യേശുവിനെ കാണാൻ വന്നതുപോലെ यीशु मसीह को देखने के लिए जब आए तो बहुमूल्य चीजें लेकर आए. ദൈവാത്മാവ് എന്നോട് പറയുന്നു ചിലർ എതിരേറ്റു വരും. और परमेश्वर की आत्मा कह रही है कि कुछ लोग आपसे मिलने के लिए आएंगे. ഈ പഞ്ചായത്ത് ഗവൺമെന്റുമായി ബന്ധപ്പെട്ടും ചിലതൊക്കെ നിങ്ങളുടെ വീട്ടിൽ അത്ഭുതമായി നടക്കും. और गवर्नमेंट से रिलेटेड, पंचायत से जुड़े हुए कुछ चीजों के द्वारा आपके घर में एक अद्भुत कार्य होगा. ദൈവം ചില ഹെൽപ്പുകളെ എഴുന്നേൽപ്പിച്ചു തരും. परमेश्वर कुछ सहायता करने वालों को खड़ा करेगा. ഈ മനസ്സിനകത്തുനിന്ന് സകലവിധ നിരാശകളും ദൈവം മാറ്റാൻ കൃപ തരും. और मन से सारी निराशा को दूर करने के लिए प्रभु कृपा देगा. കർത്താവേ, കുഞ്ഞിനെ ഞങ്ങൾ ബ്ലെസ് ചെയ്യുന്ന മകനൊരു ജോലി കിട്ടട്ടെ, സാക്ഷ്യമായി എഴുന്നേൽക്കട്ടെ. प्रभु उस बच्चे को हम आशीष करते गवाही के साथ उठने पाए. കർത്താവേ, അത്ഭുത സൗഖ്യത്തിനായി നന്ദി പറയുന്നു. अद्भुत छुटकारे के लिए मैं आपको धन्यवाद करता हूँ. ആ കുടുംബത്തെ ബ്ലെസ് ചെയ്യുക. वो परिवार को आशीष करता हूँ. ഈ സ്റ്റീഫന സിസ്റ്റർ, കർത്താവിന്റെ കരം, സ്റ്റെഫിന, ഓക്കെ, കർത്താവിന്റെ കരം ഇപ്പോൾ അത്ഭുതകരമായി നിന്റെ മേൽ വരുന്നു. परमेश्वर का हाथ आपके ऊपर आ रहा है. ഈ കർത്താവ് ഈ മൈഗ്രെയിനുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നത് പോലത്തെ എന്തോ പ്രശ്നത്തെ എടുത്തു കളയുന്നു. माइग्रेन से जुड़े हुए कुछ समस्याओं को परमेश्वर दूर कर रहा है. ഭാവിയുടെ മേലുള്ള കെട്ടുകൾ ദൈവാത്മാവ് അഴിക്കുന്നു. और भविष्य के विरोध में जो भी बंधन है प्रभु उसे खोल रहा है. കർത്താവിനോട് പറയുന്നു, ദൈവം ഒരു മാന്യതയുടെ മുഖത്ത് നിർത്താൻ പോകുന്നു. और परमेश्वर की आत्मा मुझे बता रही है कि एक बड़ा आदर के स्तर में प्रभु आपको खड़ा करेगा. എനിക്കറിയത്തില്ല എന്താ ചെയ്യുന്നതെന്ന്, പക്ഷേ എന്തോ ഈ മെഡിക്കലൊക്കെ ആയിട്ട് എന്തോ അത്ഭുതം ദൈവാത്മാവ് ചെയ്യാൻ പോകുന്നു. और मेडिकल से जुड़े हुए कुछ एक अद्भुत आपके जीवन में प्रभु कर रहे हैं. കർത്താവിന്റെ വലിയ ചലനം, പരിശുദ്ധാത്മാവിന്റെ വലിയ ചലനം ഭാവനത്തിനകത്ത് നടക്കും. और परमेश्वर का एक बड़ा कार्य आपके घर के भीतर होगा. കർത്താവേ, നിന്റെ മകളെ ബ്ലെസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. परमेश्वर मैं उस बहन को आशीष करके प्रार्थना करता हूँ. പഠനത്തെ, മുന്നോട്ടുള്ള ഭാവിയെ ബ്ലെസ് ചെയ്യുകയാണ്. और उसके पढ़ाई को और आगे के भविष्य को ब्लेस करता हूँ. ഹൃദയത്തിലെ നല്ല ആഗ്രഹം ദൈവം നിവർത്തിക്കും. और परमेश्वर हृदय के अच्छे आग्रहों को पूरा करेगा. ഇപ്പോൾ പ്രാർത്ഥിച്ചോ, ദൈവം അത് ചെയ്യാൻ പോകുന്നു. अभी प्रार्थना करे, परमेश्वर अभी वो करेगा. നിന്റെ മേൽ ഈ എന്താ പറയുന്ന ഒരു ഈ ബ്ലാക്ക് തൊപ്പി, ഒരു ഗ്രാജുവേഷന്റെ തൊപ്പി പോലെയൊക്കെ എന്തൊക്കെയോ നിന്റെ മേൽ വരാനിരിക്കുന്നു. और एक काला टोपी जो है ग्रेजुएशन का, वो टोपी आपके ऊपर आने पर है. അത് നിന്റെ കയ്യിൽ എന്തോ ഈ ചുരുട്ടി വെച്ചതുപോലെ, അതിന്റെ പേരൊന്നും എനിക്കറിയത്തില്ല, അങ്ങനത്തെ എന്തൊക്കെയോ നിന്റെ കയ്യിലേക്ക് ഒരു അവാർഡ് പോലെ വരും. और एक स्क्रोल के समान जो है, अवार्ड के समान कुछ चीज आपके हाथों में प्रभु दे रहा है. 26-27 നിന്റെ ഭാവിയുടെ വഴിത്തിരിവുണ്ടാവും. और 26-27 जो है आपके भविष्य से जुड़े एक बड़ा आशीष होगा. കർത്താവേ, ഈ കുടുംബങ്ങളെയൊക്കെ ഞാൻ ബ്ലെസ് ചെയ്യുന്നു. परमेश्वर इन सारे परिवारों को मैं आशीष करता हूँ. ജീസസ് മൈറ്റി നെയിം, ആമേൻ. താങ്ക് യു. यीशु मसीह के नाम से आमीन. ഈ മീറ്റിംഗിനകത്തേക്ക് ക്ഷണിച്ച കർത്താവിന്റെ ദാസിയോടും ഈ ചർച്ചിന്റെ ദൈവദാസന്മാരോടും മറ്റ് എല്ലാവരോടുള്ള പ്രത്യേക നന്ദി അറിയിക്കുകയാണ്. ഞാൻ എല്ലാവരെയും ഓർത്ത് നന്ദി പറയുന്നു. ഗോഡ് ബ്ലെസ് യു. എനിക്ക് ഇത് മീറ്റിങ്ങിനെ കുറിച്ച് കൂടുതൽ നോക്കാൻ പോലും എനിക്ക് സമയം കിട്ടിയില്ല. സോ താങ്ക് യു. ഗോഡ് ബ്ലെസ് യു.
इस मीटिंग में मुझे बुलाया हुआ बहन, परमेश्वर के अभिषिक्त दास लोग, सभी लोगों को मैं बहुत धन्यवाद करता हूं। परमेश्वर आप सबों को आशीष करने पाए। हालेलुया। थैंक यू पास्टर अंकल। बहुत शक्तമായ वचनम, വ്യക്തിപരമായ ആലോചനയും ഹാലേലൂയ ഇന്ന് രാത്രികാലം ദൈവം ഹാലേലൂയ തന്ന് എല്ലാരെ അനുഗ്രഹിച്ച് ദൈവദാസനെ ശക്തമായി ഉപയോഗിച്ച കൃപയ്ക്കായി ദൈവത്തെ സ്തുതിക്കുന്നു। हालेलुया। अपने हाथों को उठा के हम प्रभु को धन्यवाद दे। हालेलुया। सीमित हालेलुया परिस्थिति में भी परमेश्वर के दास को प्रभु ने बड़े सामर्थ्य के साथ इस्तेमाल किया, वचन के द्वारा और व्यक्तिगत रीति से हालेलुया दूत बताने के लिए, हालेलुया प्रतिज्ञाएं देने के लिए परमेश्वर ने उन्हें उपयोग किया। इसलिए मैं प्रभु को धन्यवाद करती हूँ और मैं विनती करती हूँ कि आगे का समय जो है हमारा कलीसिया का अभिषिक्त दास पीए जोसेफ पास्टर अंकल के हाथों में हैंड ओवर करती हूँ। हम अपने प्रार्थनाओं में परमेश्वर के दास को, अभी वो ट्रैवल कर रहे बिहार वेस्ट बंगाल की ओर जाने के लिए, उनके फ्लाइट वगैरह में परमेश्वर संभालने के लिए, यात्रा में संभालने के लिए, उनके परिवार, उनके मिनिस्ट्री को आशीष करने के लिए, आज वर्शिप लिया हुआ जीटी सिस्टर परिवार जितने डिवाइस में जुड़े हैं हर एक को, और पिछले दिनों में हमारे बीच में सेवकाई किया हर एक परमेश्वर के अभिषिक्त दास, वर्शिप लीडर, सबों को परमेश्वर आशीष करने के लिए परमेश्वर के दास आखिर में प्रार्थना करेंगे। परमेश्वर के अभिषेक दास के पास हैंड ओवर करती हूँ। प्रेज द लॉर्ड, हालेलुया। प्रभु का धन्यवाद देता हूँ। पास्टर जस्टिन आज हमारे साथ परमेश्वर का वचन घोषण करने के लिए प्रभु ने मदद किया है, प्रभु ने सामर्थ्य दिया है। यात्रा में तो भी प्रभु इस्तेमाल किया है। बहुत से लोगों के साथ परमेश्वर की आत्मा बातें किया है, व्यक्तिगत जीवन में हालेलुया प्रभु आशीष किया है। हालेलुया। सब लोग हालेलुया हम प्रार्थना मिलकर करें, क्योंकि हाल इन दिनों में प्रार्थना का जरूरत है। इन दिनों में प्रभु के सम्मुख में समर्पण का जरूरत है। हालेलुया। जितने लोग हालेलुया इस जूम मीटिंग में आए हैं, सबों को प्रभु आशीर्वाद करना है, सबों के जीवन में एक बड़ा बदलावट होना है। आइए हम समर्पण करें। हालेलुया। प्रभु के दास को भी हालेलुया सही सलामत अपना जगह में पहुंचाने के लिए हम प्रार्थना करें, उसका मिनिस्ट्री के लिए हम प्रार्थना करें। हालेलुया। बहुत लोगों के साथ आज परमेश्वर की आत्मा हालेलुया उन लोगों का आत्मिक जीवन में हालेलुया